ഷിരൂരിലെ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുന് വേണ്ടിയുള്ള തെരച്ചിൽ 13-ാം ദിവസവും പ്രതിസന്ധിയിലാണ്. മുങ്ങൽ വിദഗ്ധനായ ഈശ്വർ മൽപെ നദിയിലിറങ്ങി നടത്തുന്ന തെരച്ചിൽ മാത്രമാണ് ഏക പ്രതീക്ഷ. തെരച്ചിൽ ദുഷ്കരമെന്നും ദൗത്യം തുടരുമെന്നും ഉത്തര കന്നഡ ജില്ലാ കളക്ടർ ലക്ഷ്മിപ്രിയ അറിയിച്ചു. 13-ാം ദിവസത്തിലും ഇതുവരെ ആശ്വാസ വിവരമില്ല. പ്രതികൂല കാലാവസ്ഥയിലും ഉടുപ്പിയിൽ നിന്നുള്ള മുങ്ങൽ വിദഗ്ധനായ ഈശ്വർ മാൽപെ ഇന്നും നദിയിലിറങ്ങി. ഇന്നലെ 3 സ്പോട്ടുകളിൽ പരിശോധന നടത്തിയിരുന്നു. എന്നാൽ തകരശീറ്റുകളും മരക്കഷ്ണങ്ങളും മാത്രമാണ് കണ്ടെത്താൻ കഴിഞ്ഞത്. ട്രക്കോ ട്രക്കിന്റെ ഭാഗങ്ങളോ കിട്ടിയില്ല. അവശേഷിക്കുന്ന ഒരു സ്പോട്ടിലാണ് ഇന്ന് പരിശോധന തുടരുന്നത്. അടിത്തട്ടിലേക്ക് പോയി തിരച്ചിൽ നടത്തുക ദുഷ്കരമാണെന്നും ഇന്നുകൂടി സ്വന്തം ഉത്തരവാദിത്തത്തിൽ തിരച്ചിൽ നടത്തുമെന്നും ഈശ്വർ മാൽപെ. ഞാൻ ഇത്ര തനಕ കീഴെ പോയി നോക്കിയത് ഒന്നും കാണാൻ അത്ര കത്തല കാണാൻ വയ്യ. കണ്ണിക്ക് ഇപ്പോൾ തുണി കട്ടി എങ്ങനെയോ അതേമാതിരി കീഴേ இருக்குது. ഇന്ന് ഒരു വർഷം ആക്കിയാന്ന് சொல்லிട്ടുണ്ട്. 2 ദിവസം ഇന്ന് ആക്കോ നാളെ പിന്നെ നോക്കാം. ഫ്ലോട്ടിംഗ് പോണ്ടൂൺ എത്തിക്കാനുള്ള നീക്കം പരാജയപ്പെട്ടു എന്നാണ് വിവരം. ഡ്രഡ്ജിംഗ് സാധ്യതയും അവസാനിച്ചു. മറ്റു വഴികൾ തേടുമെന്ന് ഉത്തര കന്നഡ ജില്ലാ കളക്ടർ ലക്ഷ്മിപ്രിയ. ഗംഗാവാലി നദിയിലെ അടിയൊഴുക്കിൽ നേരിയ കുറവുണ്ടെങ്കിലും മഴ തുടരുന്നതിനാൽ പ്രതിസന്ധി ഉണ്ടെന്നാണ് നേവിയുടെയും വിലയിരുത്തൽ. 24 ഷിരൂർ. മണ്ണിടിച്ചിലുണ്ടായ ഷിരൂരിൽ മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മൽപയുടെ നേതൃത്വത്തിൽ ഗംഗാവാലി പുഴയിൽ തെരച്ചിൽ നടക്കുകയാണ്. ഇപ്പോഴും രക്ഷാദൌത്യത്തിന് ഡ്രഡ്ജർ സാധ്യത പ്രായോഗികമല്ല എന്ന് കാർവാർ MLA സതീഷ് കൃഷ്ണസൈൽ പറയുകയുമാണ്. നദിയിലേക്ക് പ്രൊക്ലൈനർ ഇറക്കുന്ന ആലോചനയിലുണ്ടെന്നും സതീഷ് കൃഷ്ണസൈൽ പറഞ്ഞു. അർജുനെ കണ്ടെത്തുന്നതുവരെ ദൗത്യം അവസാനിപ്പിക്കരുതെന്ന് കേരളം. വിശദാംശങ്ങളുമായി ശ്രീകാന്ത് ഷഫീദ് റാവുത്തർ എന്നിവർ ചേരുന്നു. ആദ്യം ഷഫീദ് റാവുത്തർ. ഷഫീദ്, ഇപ്പോൾ സതീഷ് കൃഷ്ണസൈൽ MLA ആദ്യം മുതൽ ഇത് കണ്ടെത്തണമെന്ന അദമ്യമായ ആഗ്രഹത്തിൽ മറ്റ് കാപട്യങ്ങളിലാണ് നിൽക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ പല ആഗ്രഹങ്ങളിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പല ഈ പറയുന്ന ഈ ഭീമൻ JCB കൊണ്ടുവരുന്നൊക്കെ അദ്ദേഹത്തിൻ്റെ മുൻകൈയിൽ തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ദൗത്യം വിജയിക്കണമെന്ന ആഗ്രഹത്തിൽ പറയുന്നതാണ് പ്രൊക്ലൈനർ അങ്ങോട്ടേക്ക് ഇറക്കണമെന്നൊക്കെ. അതൊക്കെ എത്രത്തോളം പ്രാക്ടിക്കലാണെന്ന് കണ്ടറിയാം. ചുരുക്കത്തിൽ പറഞ്ഞാൽ 13-ാം നാൾ നമ്മൾ നിൽക്കുമ്പോൾ ഈ ദൗത്യം ഏതാണ്ട് അവസാനത്തിനടുത്തെത്തി എന്ന് കരുതാവോ ഷഫീദ്? കർണാടക സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു വിവരം, പ്രാക്ടിക്കലായി അവർക്ക് ചെയ്യാൻ കഴിയുന്ന അല്ലെങ്കിൽ മനുഷ്യ സഹജമായ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു, പക്ഷേ ഏതെങ്കിലും തരത്തിൽ റിസൾട്ടിലേക്ക് എത്താൻ കഴിയുന്നില്ല എന്ന് തന്നെയാണ് കർണാടക സർക്കാർ ഇപ്പോൾ വിലയിരുത്തുന്ന കാര്യം. പക്ഷേ കേരള സർക്കാർ ഇപ്പോൾ അവർക്കുമേൽ ഉയർത്തിയിരിക്കുന്ന വലിയ സമ്മർദ്ദമുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നേരിട്ട് കർണാടക മുഖ്യമന്ത്രിയെ വിളിച്ചൊരു സാഹചര്യമുണ്ട്. ആ സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് മറ്റ് സാധ്യതകൾ തേടുന്നു എന്ന കാർവാർ DC ഉൾപ്പെടെയുള്ള ആളുകൾ വ്യക്തമാക്കുന്നത്. അത് ഏത് തരത്തിൽ അത് സാധ്യമാക്കുമെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ആശയക്കുഴപ്പങ്ങളും അവ്യക്തത അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. ഏതായാലും ഈശ്വർ മൽപെ ഈ 13-ാം ദിവസവും അദ്ദേഹം നദിയിലിറങ്ങിയിട്ടുണ്ട്. നേരത്തെ കഴിഞ്ഞ ദിവസം അദ്ദേഹം 3 സ്പോട്ടുകൾ തിരച്ചിൽ നടത്തി. ഇന്ന് അവശേഷിക്കുന്ന ഒരു സ്പോട്ടിൽ അദ്ദേഹം തിരച്ചിൽ നടത്തും. അദ്ദേഹം തന്നെ ഇന്ന് രാവിലെ വ്യക്തമാക്കിയ ഒരു കാര്യമാണ്, മറ്റൊന്നും ട്രക്കിന്റെ സാന്നിധ്യമോ മറ്റ് അവശിഷ്ടങ്ങളോ ഒന്നും കണ്ടെത്താൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. ഇനി ഇപ്പോൾ തെരച്ചിൽ നടത്തുന്ന സ്ഥലത്ത് മാത്രമാണ് ഏതെങ്കിലും തരത്തിലുള്ളൊരു പ്രതീക്ഷ നമുക്ക് അവശേഷിക്കുന്നത്. അത് ഏത് രീതിയിൽ അവസാനിക്കുമെന്നുള്ള കാര്യം നമുക്കിപ്പോഴും വ്യക്തവുമല്ല. 2 പ്രധാനപ്പെട്ട സാധ്യതകൾ അത് ഇതിനോടകം തന്നെ അടഞ്ഞിട്ടുണ്ട്. അതൊന്ന് ഫ്ലോട്ടിംഗ് പൊന്റൂൺ ആയിരുന്നു. പക്ഷേ അത് കാർവാറിൽ നിന്ന് കൊണ്ടുവരാൻ സാങ്കേതിക തടസ്സം എന്നുള്ള കാര്യം ഇന്നലെ തന്നെ വാർത്തകളായി പുറത്തു വന്നു. പക്ഷേ രാജസ്ഥാനിൽ നിന്ന് നീക്കം നടത്തുന്നു എന്നുള്ളൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും അത് എത്രത്തോളം സാധ്യമാകും എന്നുള്ള കാര്യം ഇപ്പോഴും സംശയമാണ്. മറ്റൊരു കാര്യം ഡ്രഡ്ജിംഗ് ആയിരുന്നു. ഡ്രഡ്ജിങ്ങിന്റെ കാര്യത്തിൽ ഈ പാലത്തിന്റെ ഹൈറ്റ് അടക്കമുള്ള കാര്യങ്ങൾ അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സാങ്കേതിക തടസ്സം പറയുന്നത്. ഇനിയിപ്പോൾ ഏത് വഴിക്കുള്ള അന്വേഷണം, ഏത് വഴിക്കുള്ള തിരച്ചിൽ എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ കാർവാർ MLA സതീഷ് കൃഷ്ണസൈൽ ആവർത്തിക്കുന്ന ഒരു കാര്യം, പ്രൊക്ലൈനർ നദിയിലേക്ക് ഇറക്കാനുള്ള ചില കാര്യങ്ങളൊക്കെ ചെയ്യുമെന്നുള്ളതാണ്. പക്ഷേ അത് എത്രത്തോളം പോസിബിൾ ആണെന്നുള്ള കാര്യം നമുക്ക് ഇപ്പോഴും അറിയില്ല. പക്ഷേ ഇപ്പോഴും ഈ വഴിയിൽ, ഈ തുറന്നു വെച്ചിരിക്കുന്ന ഈ വഴിയിൽ നമുക്ക് പ്രതീക്ഷയുണ്ട്. 500 മീറ്ററിനപ്പുറം നമുക്ക് അപകടം നടന്ന മേഖലയിൽ അവിടെ ഇപ്പോഴും ഈശ്വർ തെരച്ചിൽ തുടരുകയാണ്. അത് ഏത് രീതിയിൽ അവസാനിക്കുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് ഒരു തരത്തിലുള്ള പിടിയുമില്ല. ഹഷ്മി, നമുക്കറിയാം, ഹഷ്മി കണ്ടതാണ്, സാധാരണഗതിയിൽ ഉള്ളതുപോലെ ഒരു കാലാവസ്ഥാ പ്രശ്നം ഇന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇപ്പോഴും ഷിരൂരിൽ മഴ മുന്നറിയിപ്പുണ്ട്. പക്ഷേ ഇന്നത്തെ ദിവസം അങ്ങനെ കാര്യമായ മഴയുണ്ടായിട്ടില്ല. ഉച്ചയ്ക്ക് ശേഷം മഴ തുടരുകയാണെങ്കിൽ സ്വാഭാവികമായും അത് ഈശ്വർ മൽപയുടെ ദൗത്യത്തിനും അത് തടസ്സമാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ഇന്ന് ഒരു തെളിഞ്ഞ കാലാവസ്ഥയാണ്. അതിങ്ങനെ തന്നെ വൈകുന്നേരം വരെ തുടരണേ. ആ പരിശോധന, ആ തിരച്ചിൽ, ആ ഡൈവിംഗ് അത് പൂർത്തിയാക്കാൻ കാലാവസ്ഥ അനുവദിക്കണമെന്നുള്ള ഒറ്റ കാര്യം മാത്രമാണ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ഏക പ്രതീക്ഷ. മറ്റൊന്നുമില്ല ഹഷ്മി. ഏതായാലും എല്ലാ കാര്യങ്ങളും സാധ്യമായ എല്ലാം ചെയ്യും എന്ന് കർണാടക സർക്കാർ പറയുന്നുണ്ട്. നമുക്കിപ്പോഴും ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. നേവി ബോട്ടുകൾ, NDRF ബോട്ടുകൾ, അതേപോലെ തന്നെ ഈശ്വർ മൽപയുടെ സംഘത്തിലുള്ള ബോട്ടുകൾ, അവരടക്കം നദിയിലുണ്ട്. അവർ ആ തിരച്ചിൽ തുടരുകയാണ് ഹഷ്മി. ശ്രീകാന്ത് കൂടി ചെയ്യുന്നു. ശ്രീകാന്ത്, ഈശ്വർ മൽപെ അദ്ദേഹത്തിന് 2-ാം ദിവസം ഇറങ്ങുകയാണ്.
സ്പോട്ട് 3 എന്ന് പറയുന്ന 136 അടി താഴെ അല്ലെങ്കിൽ 136 മീറ്റർ താഴെ എന്ന് പറയുന്ന ആ മേഖലയിൽ പരിശോധന നടത്തുകയാണ്. അദ്ദേഹം പറയുന്നുണ്ട് അതിനിടയിൽ കമ്പിയാണ് കാണുന്നത്, വലിയ മൺകൂനയാണ്. അഥവാ ഇനി വണ്ടി താഴെ ഉണ്ടെങ്കിൽ അതിന് മുകളിൽ കുറേ അധികം അടിയോളം മണ്ണ് കൂടി കിടപ്പാണ് എന്നൊക്കെ പറയുമ്പോൾ എത്രത്തോളം മാൽപ്പെ അദ്ദേഹത്തിൻ്റെ എക്സ്പെർട്ടൈസ് ഉപയോഗിച്ചുകൊണ്ട് പരമാവധി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതൊരു റിസൾട്ട് ഓറിയൻറ്റഡ് ആകും എന്നിപ്പോഴും കരുതാനുണ്ടോ ശ്രീകാന്ത്? ഹഷ്മി, നമ്മൾ ദൗത്യ സ്ഥലത്തേക്ക്, പ്രധാനപ്പെട്ട മണ്ണിടിഞ്ഞ സ്ഥലത്തേക്ക് പോകുന്നതിനിടയിൽ വലതുവശത്ത് തൊട്ട് താഴെയായി ഒരു ക്ഷേത്രമുണ്ട്. അവിടെ ഈ ബേസ് ക്യാമ്പ് ഉള്ളത് ഹഷ്മിയുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും. നമ്മൾ കാര്യമായി അവിടേക്ക് പോയിരുന്നില്ല. പക്ഷേ ഇന്ന് നമുക്ക് അവിടെ പോകാനും കുറച്ചധികം സമയം നിൽക്കാനും സമയം കിട്ടി. അവരവിടെ എന്താണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. നദിയുടെ തൊട്ടടുത്ത് വരെ നമുക്ക് ചെന്ന് അതിൻ്റെ ഒഴുക്കിൻ്റെ അളവ് കാണാൻ കഴിഞ്ഞു. എത്രത്തോളം ഉണ്ടെന്ന് ഭീകരത മനസ്സിലാക്കാൻ കഴിഞ്ഞു. അവരുമായി വിശദമായി സംസാരിക്കാനും സാധിച്ചു. അവരതിനെ അനുവദിച്ചു എന്നുള്ളതാണ് ഇന്നത്തെ പ്രത്യേകത. അതിൽ നിന്ന് മനസ്സിലായ കാര്യം, മാൽപ്പെ സ്വന്തം റിസ്കിൽ സ്വന്തം നിലയിൽ അദ്ദേഹത്തിൻ്റെ അറിവ് വെച്ച് പരിജ്ഞാനം വെച്ച് ഒരു ശ്രമം നടത്തി നോക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മറ്റ് എന്തെങ്കിലും തരത്തിലുള്ള പുരോഗതി ഇന്നലെയും ഇതുവരെയും അക്കാര്യത്തിലില്ല എന്നുള്ളതാണ് വസ്തുത. അത് ഈ വൈകിയ വേളയിലെങ്കിലും നമ്മൾ അംഗീകരിക്കാൻ തയ്യാറായേ സാധിക്കൂ. കാരണം അതാണ് ആ ഗ്രൗണ്ടിൽ നിന്ന് നമുക്ക് മനസ്സിലായത്. പക്ഷെ അദ്ദേഹം തോറ്റു പിന്മാറുന്നില്ല, പരമാവധി വീണ്ടും ശ്രമിക്കുക എന്നുള്ളതാണ് അദ്ദേഹം ഇപ്പോഴും ചെയ്യുന്ന കാര്യം. ഇനി രണ്ടാമത്തേത് ഈ കാർവാർ MLA-യുടെ ഈ പ്രവർത്തനങ്ങളാണ്. അദ്ദേഹം ആദ്യഘട്ടം മുതൽ ഇതിനൊപ്പമുണ്ട്. അദ്ദേഹത്തിനും വലിയ പ്രഷർ ഉണ്ടായിരുന്നു. അത് DK സുരേഷ് കുമാർ ഉപമുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു, KC വേണുഗോപാലിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ആ പ്രഷർ അദ്ദേഹം കൃത്യമായി മനസ്സിലാക്കുകയും അതിനുവേണ്ടി ആ പ്രഷറിന്റെ ഭാഗമായും അല്ലാതെയും അദ്ദേഹം വളരെ ആക്റ്റീവായി തന്നെ കാര്യങ്ങളിൽ ഇടപെട്ടു. പക്ഷേ പരിമിതികൾ അദ്ദേഹത്തിനുമുണ്ട്. പല രീതിയിൽ ശ്രമിച്ചു നോക്കി. അദ്ദേഹത്തിന്റെ മുൻകൈയിലാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മാൽപ്പെ വന്ന് ഇറങ്ങി നോക്കുന്നത്. സാങ്കേതികമായ പല കാര്യങ്ങളും നോക്കിയിട്ടും നടക്കാതെ വന്നപ്പോഴാണ് ഈ മാൽപ്പയെ കൊണ്ടുവന്നത്. ഈ ഫ്ലോട്ടിംഗ് പാൻറ്റൂൺ കൊണ്ടുവരുമെന്ന് പറഞ്ഞിരുന്നു, നടക്കില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞു. വലിയ ഡ്രഡ്ജർ കൊണ്ടുവരുമെന്ന് പറഞ്ഞു, നടക്കില്ലെന്ന് 100% ഉറപ്പാണ്. ഈ പൊക്ലൈനർ ഇപ്പോൾ കൊണ്ടുവരുമെന്ന് പറയുന്നു, നടക്കാനുള്ള വിദൂര സാധ്യത പോലും കാണുന്നില്ല. അങ്ങനെ പല ആലോചനകൾ നടക്കുന്നു എന്നൊഴികെ ബാക്കി കാര്യക്ഷമമായ നടപടികൾ ഒന്നുമില്ല എന്നുള്ളതാണ് വസ്തുത. തൽക്കാലം മാൽപ്പയെ വിശ്വസിക്കുക, മാൽപ്പെ എന്തെങ്കിലും അത്ഭുതം കാണിക്കും എന്ന് പ്രതീക്ഷിക്കുക, അത് മാത്രമാണ് പോംവഴി. പക്ഷേ അടുത്ത് നിന്ന് കണ്ടപ്പോൾ, അടിയൊഴുക്ക് കണ്ടപ്പോൾ, ഇന്നലെ കിട്ടിയ മാൽപ്പയുടെ തിരച്ചിലിൻ്റെ ഔട്ട്പുട്ട് കാണുമ്പോൾ ഇന്ന് വൈകിട്ടും എന്തെങ്കിലും പ്രതീക്ഷ ഉണ്ടാകും എന്ന് തോന്നുന്നില്ല. എന്ന് പറയുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല. എങ്കിലും ഇതുവരെ നോക്കുമ്പോൾ വലിയ കാര്യമായ ഒന്നും കിട്ടിയിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത്. ലോറിയുടേതിന് സമാനമായ യാതൊന്നും കിട്ടിയിട്ടില്ല. കുറേ മരക്കഷ്ണങ്ങളും വയറുകളും ഈ കടയിൽ ഉപയോഗിച്ചിരുന്ന പാത്രങ്ങൾ, സാമഗ്രികളൊക്കെ തന്നെയാണ് ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് അടിയിലേക്ക് ഊളിയിട്ടിറങ്ങാൻ കഴിയുന്നില്ല, അത്ര കൊഴുക്കുമുണ്ട്. ഇതാണ് അവിടുത്തെ ആക്ച്വൽ സാഹചര്യം. ഓക്കെ, ഷഫീദ് റാവത്ത് തുടർന്നു. ഷഫീദിനറിയാം, ഞാൻ ആ പേര് പറയാത്ത അവിടുത്തെ കന്നഡ മാധ്യമപ്രവർത്തകൻ ഓഫ് ദ റെക്കോർഡിൽ പറഞ്ഞ കാര്യമാണ് ആ മാധ്യമപ്രവർത്തകൻ്റെ പേര് പറഞ്ഞത്. നമ്മുടെ അരുൺ പൂപ്പറമ്പയുടെ അടുത്ത സുഹൃത്തായ മാധ്യമപ്രവർത്തകനാണ് ഷഫീദ്. അദ്ദേഹത്തെ വിളിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ഇന്നൊരു ഡിസൈസീവ് ദിവസമാണ്, ഇന്നൊരു പ്രധാനപ്പെട്ട ദിവസമാണ് ഈ ദൗത്യത്തിൽ എന്ന് പറയുന്നുണ്ട്. എന്താണെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം അത് പൂർണ്ണമായി പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ കർണാടക സർക്കാരുമായും അവിടുത്തെ സെക്രട്ടറി തലത്തിലുള്ള വലിയ സോഴ്സുള്ള അവിടുത്തെ ഒരു പ്രാദേശിക സ്വാധീനമുള്ള മാധ്യമപ്രവർത്തകനാണ്. എന്താണെന്നറിയില്ല. ഇപ്പോൾ ഷഫീദ്, ഇവിടെ ഈ സ്പോട്ട് 4-ൽ താഴെ വണ്ടി കിടക്കുന്നു നമ്മൾ കരുതപ്പെടുന്ന സ്ഥലം 132 അടി ആഴമാണ്. ആ ലോറിക്ക് മുകളിലേക്ക് വലിയ മണ്ണ് കൂടിക്കിടക്കുന്നു. മാൽപ്പെ പറയുന്നു അതിനടിയിൽ വലിയ തടിക്കഷ്ണങ്ങൾ, കമ്പിക്കൂട്ടങ്ങൾ അതിനിടയിലൊക്കെ പെട്ടുപോകാവുന്ന അവസ്ഥയിലുള്ള വല്ലാത്ത അപകടകരമായ സാഹചര്യം, തകരപ്പാട്ടകൾ, ദേഹത്ത് വന്ന് ബ്ലേഡ് പോലെ പൂളിയേക്കാവുന്ന തകരക്കഷ്ണങ്ങൾ എന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ജീവൻ പണയം വെക്കുക എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ ജീവൻ പണയം വെച്ചാണ് മാൽപ്പയുടെ അതിനുള്ളിലേക്കുള്ള സഞ്ചാരം. കീഴടങ്ങാൻ തയ്യാറല്ല മാൽപ്പയുടെ സംഘവും. പക്ഷെ എത്രത്തോളം വാശിയുണ്ടെന്ന് പറഞ്ഞാൽ പോലും ഈ ലോറിക്ക് മുകളിൽ കിടക്കുന്ന കുറേ അധികം അടി മുകളിൽ കിടക്കുന്ന മണ്ണും കമ്പി മാറ്റുക എന്ന് പറയുന്നത് ഹെർക്കൂലിയൻ ടാസ്ക്കാണ്. അത് ഏതെങ്കിലും തരത്തിൽ സാധ്യമാകുമെന്ന് കരുതാവോ ഷഫീദ്, നമ്മൾ മാൽപ്പയിൽ പ്രതീക്ഷ വെക്കുന്നു എന്ന് പറയുമ്പോഴും? അഷ്മത്, ഒരു നേരിയ പ്രതീക്ഷ മാത്രമാണ്. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ സംഭവ സ്ഥലത്ത് ഈ അപകട മുഖത്ത് തുടരുന്ന നമ്മുടെ M. വിജിൻ MLA, അദ്ദേഹം ഇപ്പോൾ അല്പസമയം മുൻപാണ് ഈ അപകട സ്ഥലത്തെ ഈ രക്ഷാപ്രവർത്തനമൊക്കെ നോക്കി വിലയിരുത്തിയ ശേഷം ഇങ്ങോട്ടേക്ക് തിരികെ എത്തുന്നത്. നമുക്കിപ്പോൾ അദ്ദേഹത്തോട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കാം. M. വിജിൻ MLA, നമുക്കിപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ളൊരു പ്രതീക്ഷ, അത് തടസ്സങ്ങൾ ഒരുപാടാണ്, പ്രതിസന്ധികൾ ഒരുപാടാണ്.
ഒഴുക്ക് ശക്തമായി തന്നെ തുടരുകയാണ്. നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രശ്നം നിൽക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ രാവിലെ തന്നെ അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു. പ്രവർത്തനം ആരംഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ മൽപ്പയുടെ നേതൃത്വത്തിലുള്ള സംഘം തന്നെ ഡൈവിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇന്നലെ ചില പ്രതിസന്ധികൾ അവർ നേരിട്ടത് നേരത്തെ തന്നെ ഈ അപകടത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഇലക്ട്രിക് ലൈൻ, വലിയ ലൈനുകളാണ്. അതെല്ലാം പൂർണ്ണമായും ഈ വെള്ളത്തിൻ്റെ അടിയിലുണ്ട് എന്നത് ചില സമയത്തെങ്കിലും ഇവർക്ക് തന്നെ അപകടം ഉണ്ടാക്കുന്ന ഒരു ഘട്ടമുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് രാവിലെ അത് പൂർണ്ണമായും പുഴയിൽ നിന്ന് മാറ്റുക, ആ പ്രവർത്തനം പൂർത്തീകരിച്ച് ഇപ്പോൾ വീണ്ടും മൻപയുടെ നേതൃത്വത്തിലുള്ള സംഘം പൂർത്തീകരിച്ചു അത് മാറ്റിയിട്ട് നമ്മളിപ്പോൾ ഡൈവിംഗ് ആരംഭിച്ചിട്ടുണ്ട്. നേരത്തെ നമ്മൾ കണ്ട പോയിന്റിലേക്ക് നേവിയുടെ സഹായത്തോട് ഡൈവിംഗ് ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ രാവിലെ തന്നെ ശശീന്ദ്രൻ മിനിസ്റ്റർ, ഇവിടുത്തെ സ്ഥലം MLA, നമ്മളെല്ലാം ജില്ലാ കളക്ടറും നേവി ഉദ്യോഗസ്ഥരെല്ലാം ചർച്ച നടത്തിയിരുന്നു. ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയുടെ ശ്രീ പിണറായി വിജയൻ്റെ നിർദ്ദേശപ്രകാരം ഊർജിതമാക്കുക എന്ന് തന്നെയാണ് നമ്മളിപ്പോൾ ആവശ്യപ്പെട്ടത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തനം നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കർണാടക CM ഉൾപ്പെടെ ഇത് ഊർജിതപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഇന്നലെ ആവശ്യപ്പെട്ട ചില കാര്യങ്ങൾ പാൻറ്റൂൺ ഉൾപ്പെടെ അത് എത്തിക്കുന്നതിലുള്ള ചില പ്രായോഗികതയാണ് ഇന്നിപ്പോൾ ജില്ലാ ഭരണകൂടം നമ്മോട് മറുപടി നൽകുന്നത്. പക്ഷേ ഒരൊറ്റ കാര്യം, നമ്മളിപ്പോൾ പല സമാന്തര വഴികൾ നോക്കി. ഇപ്പോൾ നമ്മൾ ഉറച്ചു നിൽക്കുന്നത് ഈശ്വറിൽ മാത്രമാണ്, ഈശ്വർ മേൽപ്പയിൽ മാത്രമാണ്. അതിനപ്പുറത്തേക്ക് ഫ്ലോട്ടിംഗ് പോയിന്റുകൾ ഉണ്ടായിരുന്നു, ഡ്രഡ്ജിംഗ് ഉണ്ട്. അതൊക്കെ അസാധ്യമാണെന്നാണ് ഇപ്പോൾ കിട്ടുന്ന റിസൾട്ട് അല്ലേ? ആ രീതിയിലാണ് ഇവിടുത്തെ ഭരണകൂടം നമ്മോട് പറയുന്നത്. പക്ഷേ നമ്മളതിൻ്റെ സാധ്യതകൾ ഇപ്പോൾ നമുക്കറിയാം, മലയാള മാധ്യമങ്ങളായാലും നമുക്കും ചില ആളുകളൊക്കെ ചില ടെക്നോളജിയുടെ സാധ്യതകൾ തരുന്നുണ്ട്. നമ്മളതെല്ലാം അപ്പോൾ തന്നെ നമ്മൾ പൂർണ്ണമായും ഇവിടുത്തെ ജില്ലാ ഭരണകൂടത്തിനുൾപ്പെടെ കൈമാറി അതിൻ്റെ സാധ്യതകളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളിപ്പോഴും ആവശ്യപ്പെടുന്ന അത്തരം സാധ്യതകൾ ഏതൊക്കെ, അതൊക്കെ ഉപയോഗപ്പെടുത്തണം എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടുത്തെ MLA ഒരു പുതിയ സാധ്യതയുടെ ചർച്ച നടത്താമെന്ന് അദ്ദേഹം കൂടി അറിയിച്ചിട്ടുണ്ട്. ഏതായാലും അദ്ദേഹം ആ രീതിയിൽ അദ്ദേഹം ഒരു ഡിസ്കഷൻ ഇപ്പോൾ നടത്തിയതിന് ശേഷം സംസാരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ആകുന്ന സാധ്യതകളെല്ലാം ഉപയോഗപ്പെടും. പക്ഷേ ഇപ്പോൾ നിലവിൽ അവിടെ നേവിയുടെ സഹായത്തോടുകൂടി മാൻപയുടെ സംഘം അത് ഡൈവിംഗ് അത് നടത്തുന്ന പ്രവർത്തനം അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആവശ്യപ്പെടുന്നത് നമ്മൾ ഊർജിതമാക്കുക എന്നുള്ളത് തന്നെയാണ്. അത് ഊർജിതമാക്കണമെന്ന് തന്നെയാണ് ഇപ്പോഴും നമ്മൾ ജില്ലാ ഭരണകൂടത്തോട് നമ്മളിപ്പോൾ വരുമ്പോൾ കളക്ടറോട് ഉൾപ്പെടെ ആ കാര്യങ്ങൾ പറഞ്ഞു തന്നെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ജിതിനുൾപ്പെടെ അർജുൻ്റെ കുടുംബം ഉൾപ്പെടെ അവിടെ ആ പ്രതീക്ഷയോട് കൂടി തന്നെ ജിതിനോട് ഉൾപ്പെടെ ഞാൻ സംസാരിച്ചിരുന്നു. അപ്പോൾ ഊർജിതപ്പെടുത്തണം എന്നുള്ള ആഗ്രഹം തന്നെയാണ് അവരും പറഞ്ഞത്. ഏതായാലും M. വിജിൻ MLA ആണ് ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ്. അദ്ദേഹം സംഭവ സ്ഥലത്തുണ്ടായിരുന്നു. അവിടെ നിന്ന് അദ്ദേഹം വരുന്ന വഴിക്ക് നമ്മൾ ഈ വിവരങ്ങൾ അദ്ദേഹത്തോട് തേടിയതാണ്. ഇവരടക്കമുള്ള എല്ലാവരും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ പറയുന്നുണ്ട്. ഹഷ്മി, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഹഷ്മി സൂചിപ്പിച്ച 2 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്ക് മറുപടി ലഭിച്ചു. ഇതിലൊന്ന്, നമുക്ക് ഈ ഈശ്വർ മേൽപ്പയ്ക്കടക്കം അപകടകരമാം വിധം മാറിയ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അതിലൊന്ന്, ഹഷ്മി അറിയാം, വളരെ നീളത്തിലുള്ള ചില ലൈനുകൾ അവിടെ ഉണ്ടായിരുന്നു, കമ്പികൾ ഉണ്ടായിരുന്നു. അതൊക്കെ നീക്കം ചെയ്തു എന്നുള്ളത് നിലവിൽ ഇപ്പോൾ ആശ്വാസകരമായ കാര്യമാണ്. ഡൈവിംഗ് ആരംഭിച്ചിട്ടുണ്ട്. ആ സ്പോട്ടിൽ നമ്മൾ പറഞ്ഞ അവശേഷിച്ചിരുന്ന സ്പോട്ടിൽ ഡൈവിംഗ് ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ M. വിജിൻ MLA പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമുക്കറിയാം, ഹഷ്മി അടക്കം കണ്ടതാണ് കാർവാർ MLA ഇക്കാര്യത്തിൽ എങ്ങനെ നിൽക്കുന്നു എന്നുള്ളത്. അദ്ദേഹം പുതിയൊരു സാധ്യത, അദ്ദേഹം തന്നെയാണ് ഈ ഡ്രഡ്ജിംഗ് സാധ്യതയും ഈ ഫ്ലോട്ടിംഗ് ഈ പ്ലോട്ടൂണടക്കമുള്ള കാര്യങ്ങളൊക്കെ സാധ്യതകളൊക്കെ തേടിയത്. അദ്ദേഹം തന്നെ മറ്റൊരു കാര്യത്തിൽ ഒരു ഡിസ്കഷനിലാണ്, മറ്റൊരു ചർച്ചയിൽ എന്നുള്ള കാര്യം പറയുന്നു. അതെന്താണ് എന്നുള്ള കാര്യം ഇതുവരെയും ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ല. ഒരു പക്ഷേ അതൊരു ക്ലാരിറ്റിയിൽ മാത്രമായിരിക്കും കർണാടക സർക്കാർ കേരള സർക്കാരിനോട് കൈമാറുന്നത്. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ പ്രിയപ്പെട്ട അർജുന് വേണ്ടി നമ്മൾ തുടരുന്ന 13ാം ദിവസത്തെ കാത്തിരിപ്പാണ്. ഇന്നെങ്കിലും ഈശ്വർ മാൽപ്പയ്ക്കെങ്കിലും അദ്ദേഹം കാണിച്ചൊരു കോൺഫിഡൻസ്, അദ്ദേഹം ഇന്ന് രാവിലെ നമ്മളോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് കേരളം പ്രാർത്ഥിക്കണം, അർജുനെ ഞാൻ കണ്ടെത്തും എന്നുള്ളതായിരുന്നു. ആ കോൺഫിഡൻസ് യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ നമുക്കത് ആശ്വാസമാകും. പക്ഷേ റിസൾട്ട് ഉണ്ടാകും. അതിനപ്പുറത്തേക്ക് മറ്റു സാധ്യതകൾ കൂടി തേടുന്നു എന്ന് കർണാടക സർക്കാർ അറിയിക്കുന്നു, കാർവാർ ജില്ലാ ഭരണകൂടം അറിയിക്കുന്നു. നമ്മുടെ കാത്തിരിപ്പ് ഇനിയും തുടരുകയാണ്. ഹഷ്മി. ശ്രീകാന്ത്, കാത്തിരിപ്പ് തുടങ്ങിയിട്ട് നാളെ 13 ആകുന്നു. നാളെ അത് 14ാം ദിവസത്തിലേക്ക് പോകുന്നു. ഇപ്പോഴും നമ്മൾ ഡേ 1 തന്നെ നിൽക്കുകയാണ്. അർജുൻ എവിടെയെന്ന് അറിയില്ല. ഏറ്റവും ഒടുവിൽ മാൽപ്പെ പറയുന്നത് വലിയ കമ്പികളുടെ കൂട്ടങ്ങൾ താഴെ കാണുന്നു എന്ന് പറയുന്നു. അപ്പോൾ അത് യഥാർത്ഥത്തിൽ ഒരു ലോറിയാണോ എന്ന് പോലും സംശയമുണ്ടോ എന്ന് എനിക്ക് മാൽപ്പയുടെ വാക്കുകൾ കേട്ടപ്പോൾ ലോറിയുടെ അംശം പോലും ലോറിയുടെ സൂചന പോലും മാൽപ്പയ്ക്ക് ഇതിനടുത്തിട്ട് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ആരും ഇറങ്ങാതെ എടുത്ത് മാൽപ്പെ അദ്ദേഹത്തിന് ജീവൻ പണയം വെച്ച് ഒരു ദൗത്യം നടന്നു. അത് മാൽപ്പെ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ മനസ്സിൻ്റെ വ്യാപ്തി, നമ്മൾ അതിൽ മാത്രം പ്രതീക്ഷ അർപ്പിച്ചു നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ആരുടെയും കുറ്റമോ നമ്മൾ ആരെയും പഴിക്കുന്നതല്ല. എല്ലാവർക്കും ചെയ്യാൻ കഴിയാവുന്നതിൻ്റെ പരമാവധി അവിടെ ചെയ്യുന്നുണ്ട്. അക്ഷരാർത്ഥത്തിൽ നമ്മുടെ സിസ്റ്റം ഈ ഗംഗാവാലിയുടെ കൊടിയ ഒഴുക്ക് കണ്ട് കരയിൽ നിസ്സഹായമായി നിൽക്കുകയാണ് 14ാം ദിവസവും. ശ്രീകാന്ത്. ഹഷ്മി, നിലവിൽ ഇത് ഈ ഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ പറയാമോ എന്നുള്ളൊരു സംശയമുണ്ടെങ്കിലും ഇത് കാണുമ്പോൾ, ഞാൻ ആ സ്ഥലത്ത് പോയി നിന്ന് ഇന്ന് ആ കണ്ട കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ എനിക്ക് മനസ്സിലായത്, ഈ ഉദ്യോഗസ്ഥർ തമ്മിൽ യോഗം ചേർന്നതിൻ്റെയും ഒക്കെ ഔട്ട്കം വരുമ്പോൾ മനസ്സിലാകുന്നത്, സുരക്ഷിതമായ ഒരു എക്സിറ്റ് പ്ലാൻ കർണാടകം തയ്യാറാക്കുന്നു, ആലോചിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം അവർക്ക് കടുത്ത പ്രഷർ ഉണ്ടായിരുന്നു.
പൊളിറ്റിക്കൽ പ്രഷർ തന്നെ ഉണ്ടായിരുന്നു. കെ സി വേണുഗോപാലിന്റെ പ്രഷർ ഉണ്ടായിരുന്നു, DK സുരേഷ് കുമാറിന്റെ പ്രഷർ ഉണ്ടായിരുന്നു, MLAക്ക് മുകളിലൊക്കെ തന്നെ ജില്ലാ ഭരണകൂടവും വലിയ ടൈറ്റ് പ്രഷറിലായിരുന്നു. അവര് ഈ 13 ദിവസവും അവർ പരമാവധി പരിശ്രമിച്ചു എന്നുള്ള കാര്യം നമ്മൾ നേരിട്ട് കണ്ടതുമാണ്. അതിൽ കാർവാർ MLAയുടെയൊക്കെ പങ്ക് നമ്മൾ എടുത്തു പറയേണ്ടതുമാണ്. പക്ഷേ ഒന്നും ഫലം കാണാതെ വരുമ്പോൾ ഹാഷ്മി പറഞ്ഞ ഒരു കാര്യം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഡേ 1 തന്നെ നമ്മൾ ഇപ്പോൾ നിൽക്കുകയാണ്. ലോറി കൃത്യമായി എവിടെയെന്ന് സ്പോട്ട് ചെയ്യാൻ ഈ മാൽപ്പയ്ക്ക് പോലും, അകത്തേക്ക് ഇറങ്ങിയ മാൽപ്പയ്ക്ക് പോലും കഴിഞ്ഞിട്ടില്ല. അർജുൻ എവിടെ, അർജുൻ ആ ബോട്ടിൽ ഇതിലുണ്ടോ, ആ ലോറിയിലുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ അറിയില്ല. ഇതെല്ലാം 1-ാം ദിവസത്തെ ചോദ്യങ്ങളാണ്. 13-ാം ദിവസവും അതേ ചോദ്യങ്ങൾ തന്നെ അവശേഷിക്കുകയും ചെയ്യുന്നു. ഇനി ഈ ഒഴുക്കിങ്ങനെ നിൽക്കുമ്പോൾ അത്ര പെട്ടെന്നൊന്നും തന്നെ എന്തെങ്കിലും ചെയ്യാൻ കഴിയും എന്ന് കർണാടക സർക്കാരും പ്രതീക്ഷിക്കുന്നില്ല, ഇതിന് നേതൃത്വം നൽകുന്ന ജില്ലാ ഭരണകൂടവും പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ സ്വാഭാവികമായും ഇത് അനന്തമായി ഇതിങ്ങനെ മുന്നോട്ട് പോകാനും കഴിയില്ല. എന്തായാലും അവർ തെരച്ചിൽ നിർത്തില്ല, ദൗത്യം നിർത്തില്ല, അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അവരുടെ 2 ആളുകളെ കൂടി കാണാനുമുണ്ട്. പക്ഷേ ഈ ഇത്ര കണ്ട് വൈഡായ ഒരു തെരച്ചിൽ, ഇത്ര കണ്ട് ആളുകളുടെ ജീവൻ റിസ്ക് ചെയ്തുള്ള ഒരു തെരച്ചിൽ, വലിയ വലിയ സംവിധാനങ്ങൾ കൊണ്ടുവന്നുള്ള ഒരു തെരച്ചിൽ, അത് മുന്നോട്ടുള്ള ദിവസങ്ങളിൽ ഉണ്ടാകുമോ എന്നൊരു സംശയമുണ്ട്. ആ സംശയം ഒരുപക്ഷെ നമ്മുടെ ജനപ്രതിനിധികൾക്കും ഉണ്ടാകണം. അതാണ് അവർ തങ്ങളുടെ കടുത്ത അതൃപ്തി ഈ യോഗത്തിൽ അറിയിക്കുന്നതിനും കാരണമായത്. സുരക്ഷിതമായ ഒരു എക്സിറ്റ് പ്ലാനിനെ കുറിച്ച് കർണാടക സർക്കാർ ആലോചിച്ച് തുടങ്ങിയിരിക്കുന്നു ഹാഷ്മി. അത് സത്യമാണ്. ഈ കാര്യത്തിൽ അവരെ കുറ്റപ്പെടുത്താനോ പഴി പറയാനോ കഴിയില്ല. ഹാഷ്മി ഇവിടെ നിന്നും പോയ ആളാണ്. ഹാഷ്മിക്കും അറിയാം അവർ ശ്രമിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം. അവർ ശ്രമിച്ചിട്ടുണ്ട്, ഇന്നും ശ്രമിക്കുന്നു. മൽപ്പെ എന്ന് പറയുന്ന ഒരാളെ കാർവാർ MLA മുൻകൈയെടുത്ത് കൊണ്ടുവന്ന് ഇവിടെ ഇറക്കി, നേവി ഇറങ്ങാതിരുന്ന സ്ഥലത്ത് അദ്ദേഹം പോയി ഇറങ്ങി, അദ്ദേഹവും ശ്രമിക്കുന്നുണ്ട്. ഇതെല്ലാം പരിശ്രമങ്ങൾ മാത്രമാണ്. ഹാഷ്മി പറഞ്ഞതുപോലെ ആ ഗംഗാവാലി പുഴയുടെ കുത്തൊഴുക്കിന് മുന്നിൽ നിസ്സഹായരായി നോക്കി നിൽക്കുകയാണ് ഇപ്പോഴും ആളുകൾ. 1-ാം ദിവസം എങ്ങനെ നിന്നോ അതേ നിൽപ്പ് നിൽക്കുകയാണ്. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. എക്സിറ്റ് പ്ലാനിനെ കുറിച്ച് കർണാടകം ആലോചിച്ചു തുടങ്ങിയാൽ സമ്മർദ്ദം കൊടുക്കുക എന്നുള്ളതല്ലാതെ നമുക്ക് മറ്റു പോംവഴികളുമില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരവരുടെ കഴിവിൻ്റെ പരമാവധിയാണ് ഇപ്പോൾ നിൽക്കുന്നത്. ദൗത്യം നിർത്തില്ല എന്നുറപ്പിക്കുക, അത് മുന്നോട്ട് പോകും എന്നുറപ്പിക്കുക എന്നുള്ളത് നമുക്ക് ചെയ്യാൻ കഴിയുന്നതാണ്. അതവർ ശ്രീകാന്ത്, അത് നമുക്ക് എങ്ങനെയാണ് പറയാൻ കഴിയുക എന്ന് പറഞ്ഞാൽ, നമ്മുടെ സംസ്ഥാന സർക്കാർ അങ്ങോട്ടേക്ക് ആവശ്യപ്പെടാം, നമ്മുടെ മുഖ്യമന്ത്രിക്ക്, അവിടുത്തെ മുഖ്യമന്ത്രി വിളിക്കാം, ദൗത്യം നിർത്തരുതെന്ന് ആവശ്യപ്പെടാം. പക്ഷെ അവർക്ക് നൽകാനുള്ള മറുപടിയും എന്താണ്, വളരെ കൃത്യമായ ഒരു ക്രെഡിബിലിറ്റിയുള്ള മറുപടി അവർക്ക് നൽകാനുണ്ട്. ഞങ്ങൾ ഈ ദിവസങ്ങളിൽ തന്നെ ഞങ്ങൾ നോക്കുമായിരുന്നു, അത് നിങ്ങൾ ദൃശ്യങ്ങളിലൂടെ അടക്കം കാണുന്നുണ്ട്, ചെയ്യാൻ കഴിയാവുന്ന പരമാവധി ഞങ്ങൾ ചെയ്തതാണ്. ഏറ്റവും കൂടുതൽ ഈശ്വർ മാൽപ്പെ എന്ന് പറഞ്ഞ ഈ മേഖലയിലെ ഏറ്റവും ബെസ്റ്റ് ബ്രെയിൻ ഞങ്ങൾ കൊണ്ടുവന്ന് ശ്രമിച്ചു. ഒഴുക്ക് ഈ പറയുന്നത് 6 to 8 നോട്ടാണെന്ന് ഞങ്ങൾ വെറുതെ പറയുന്നതല്ല എന്ന് പറഞ്ഞാൽ, നമ്മുടെ സർക്കാർ ഈ ദൗത്യം നിർത്തരുത് എന്നാവശ്യപ്പെടുമ്പോൾ ഇങ്ങോട്ടേക്ക് പറയാനുള്ള മറുപടി അവിടെ പക്കലുണ്ട്. മാത്രമല്ല, ഇത്തരത്തിൽ മനുഷ്യ ഉപശേഷി ചിലവാക്കിക്കൊണ്ട് അനന്തമായ കാലത്തോളം ഒരു രക്ഷാപ്രവർത്തനം തുടരുക, അത് ലോജിക്കലി തന്നെ അസാധ്യവുമാണല്ലോ. ശ്രീകാന്ത്, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ തെരച്ചിൽ പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും അതിൻ്റെ സ്വാഭാവികമായ അവസാനത്തിലേക്ക് പോകുന്നു എന്നാണോ ശ്രീകാന്ത്? ഹാഷ്മി, മറച്ചു വെക്കുന്നത് എന്തിന് ഇനി അത്? കാരണം അത് തുറന്നു പറയാതിരിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടാകുമെന്ന് തോന്നുന്നതുമില്ല. കാരണം ഒരു എക്സിറ്റ് പ്ലാനിനെ കുറിച്ച് അവർ ആലോചിച്ചു തുടങ്ങിയിരിക്കുന്നു ഹാഷ്മി. അതിൻ്റെ ചില പൊട്ടിത്തെറികളാണ് തർക്കങ്ങളായും അതൃപ്തി പ്രകടനങ്ങളായും ഒക്കെ ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. കാരണം എല്ലാവരെയും സംബന്ധിച്ചിടത്തോളവും അവരവരുടെ ഭാഗം പരമാവധി സുരക്ഷിതമാക്കണം, സേഫ് ആക്കണം. കാർവാർ MLAക്ക് അദ്ദേഹത്തിന് മുകളിൽ ഉണ്ടായിരുന്ന പ്രഷർ എത്രത്തോളം ഉണ്ട് എന്നറിയാം, നമ്മളത് കണ്ടതാണ്. അദ്ദേഹം സ്വാഭാവികമായും അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങളുടെ കൃത്യമായ പട്ടിക റിപ്പോർട്ട് KC വേണുഗോപാലിനായാലും DK ശിവകുമാറിനായാലും കൈമാറും. ജില്ലാ ഭരണകൂടവും നേവിയും അതോടൊപ്പമുള്ളവരും തങ്ങൾ നടത്തിയ പ്രവർത്തനവും തങ്ങൾക്ക് മുന്നിലുള്ള വെല്ലുവിളികളും അവരും കൈമാറും. കേരള സർക്കാരിനെ കുറിച്ചാണെങ്കിൽ ഇന്ന് രാവിലെ നമ്മൾ AK ശശീന്ദ്രൻ മന്ത്രിയെ കണ്ടിരുന്നു. അദ്ദേഹം പറഞ്ഞതാണ്, നമ്മുടെ സിസ്റ്റം അല്ല ഇവിടെ, നമുക്ക് ഓർഡർ ഇടാൻ കഴിയില്ല, അപേക്ഷിക്കുക, അഭ്യർത്ഥിക്കുക, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ശുപാർശ ചെയ്യുക, ഇത് ചെയ്തൂടെ എന്ന് ചോദിക്കുക, അഭ്യർത്ഥന മുന്നോട്ട് വെക്കുക, എന്തെങ്കിലും ആശയമുണ്ടെങ്കിൽ പങ്കുവെക്കുക, ഇതൊക്കെ ചെയ്യാനേ നമുക്ക് സാധിക്കൂ. കാരണം ഈ സിസ്റ്റം റൺ ചെയ്യുന്നത് കർണാടക സർക്കാരാണ്, അവരാണ് തീരുമാനമെടുക്കേണ്ടത്. നമ്മൾ ഇവിടെ വരുന്നതും അവരോട് അഭ്യർത്ഥിക്കാനാണ്, അവരുമായി കൂടിയാലോചനകൾ നടത്താനാണ്. അല്ലാതെ നമുക്ക് മറ്റ് പോംവഴികളില്ല എന്നുള്ള കാര്യം നമ്മുടെ ജനപ്രതിനിധികളും അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ ഒരു മേശയ്ക്കപ്പുറവും ഇപ്പുറവും ഇരുന്ന് ഈ 13 ദിവസവും ചെയ്യാനുള്ളതിൻ്റെ പരമാവധി ചെയ്തു എന്നുള്ളതാണ് ഇവിടെ നിന്ന് നമ്മൾ കണ്ടപ്പോൾ മനസ്സിലായത്. ഇന്ന് മാൽപ്പെ എന്തെങ്കിലും ഒരു ബ്രേക്ക് ത്രൂ ഉണ്ടാക്കിയാൽ ഈ രക്ഷാപ്രവർത്തനത്തിന് വീണ്ടും ജീവൻ വയ്ക്കും.
ഇത് കുറച്ച് ദിവസം കൂടി മുന്നോട്ട് പോകും. മാൽപ്പെ ഇന്നും തോറ്റ് മടങ്ങുകയാണെങ്കിൽ, ആ ശ്രമം വിഫലമാവുകയാണെങ്കിൽ സ്വാഭാവികമായും ഈ എക്സിറ്റ് പ്ലാൻ അവർ വർക്കൗട്ട് ചെയ്യും. ഇന്ന് പ്രധാനപ്പെട്ട ദിവസമാണ്. ഓഫ് റെക്കോർഡ് കാർവാർ MLA ഇന്നലെ രാത്രി സംസാരിച്ചിരുന്നു. അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് അവർക്കൊരു എക്സിറ്റ് പ്ലാൻ ഉണ്ട് എന്ന് തന്നെയാണ്. അതവർ നടപ്പിലാക്കാൻ നിർബന്ധിതരാകും. ഓക്കെ, ശ്രീകാന്തും ഷഫീദും വിവരങ്ങൾ നൽകുകയായിരുന്നു. എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ ഒരു ഡിസൈസീവ് ദിനമാണ്. അത് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും നേരത്തെ പറഞ്ഞതുപോലെ നമുക്കറിയാം ഗംഗാവാലി പുഴയുടെ ഒഴുക്ക് അത് കുറയും എന്നൊരു പ്രതീതി ഉണ്ടാകുന്നുണ്ടെങ്കിൽ കൂടിയും അത് കുറയുന്നില്ല. മാത്രമല്ല ഇപ്പോൾ ഷഫീദും ശ്രീകാന്തും ഒക്കെ നമ്മൾ നേരത്തെ അവിടെ നിന്ന് ആ മേഖലയിൽ ആ നഗരമല്ല, അങ്കോള എന്ന് പറയുന്ന ഒരു ചെറിയ സ്ഥലമാണ്, അവിടെ മഴ ഇല്ല എന്ന് വെച്ചാൽ പോലും ഈ ഗംഗാവാലിയുടെ വിശാലമായി കിടക്കുന്ന അതിൻ്റെ മുകൾ തട്ടുകളിൽ അതിൻ്റെ വൃഷ്ടിപ്രദേശങ്ങളിലൊക്കെ കൊടിയ മഴ തുടരുകയാണ്. അപ്പം അതിൻ്റെ വലിയ നീരൊഴുക്ക് അങ്ങോട്ടേക്ക് വരും. അടിയൊഴുക്ക് കുറയില്ല. അത് മാത്രമല്ല അവിടുത്തെ പ്രദേശവാസികളോട് അവിടെ ഒളവറ ഗ്രാമം എന്ന് പറയുന്ന ഗ്രാമമുണ്ട്, അവിടെ പോയി നമ്മൾ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഈ മാസം ഗംഗാവാലിയുടെ സ്വഭാവം ഇങ്ങനെയാണ്, മഴ ഈ മാസം ഇങ്ങനെയാണ്, കാറ്റ് ഇങ്ങനെയാണ്. അപ്പോൾ അതിൻ്റെ ഒഴുക്ക് ഒന്ന് ശമിക്കും വരെ കാത്തിരിക്കുകയേ മാർഗമുള്ളൂ. എന്താകും ആ ദൗത്യത്തിന്റെ ഭാവി എന്ന ഒരു പക്ഷേ ഇന്ന് ഒരു തീരുമാനമുണ്ടാകുമെന്നാണ് കരുതുന്നത്. നമുക്ക് നോക്കാം. വെൽക്കം അബ്രോഡ് പ്രേക്ഷകർ. അവിടെ ജീന എന്ന പ്രേക്ഷക പറയുന്നു, ഈശ്വർ മാൽപ്പെ സ്വന്തം ജീവൻ പണയം വെച്ച് പോലും ആളെ കൊണ്ട് ചെയ്യാവുന്നതിലപ്പുറം ചെയ്യുന്നുണ്ട്, ബിഗ് താങ്ക്സ് എന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ സ്വന്തം റിസ്കിൽ ഇറങ്ങാൻ സ്വന്തം റിസ്കിൽ ഇറങ്ങണമെന്ന് ജില്ലാ ഭരണകൂടം പറയുമ്പോഴും അതുമായി ബന്ധപ്പെട്ട റിട്ടയർഡ് ജനറൽ ഇന്ദിരാബാലൻ അടക്കമുള്ളവർ ഈ സമയത്ത് ഇറങ്ങുന്നത് ആത്മഹത്യാപരമാണ്, സൂയിസൈഡലാണ് എന്ന് പറയുമ്പോഴും അർജുൻ എന്നൊരാളെ തേടി ഇറങ്ങുന്നുവെങ്കിൽ അത് നേരത്തെ പറഞ്ഞ മനസ്സിൻ്റെ വലിപ്പമാണ്. അത് ഈശ്വർ മാൽപ്പയോട് നമ്മൾ കടപ്പെട്ടവരുമാണ്. അജയ്ജിത്ത് ചോദിക്കുന്നു, നോ ചാൻസ് ഓഫ് ഡിപ്പിംഗ് എ വാട്ടർ പ്രൂഫ് ഗോപ്രോ ക്യാമറ വിച്ച് വിൽ റെക്കോർഡ് ഡീപ്പ് റിവർ വിത്ത് വാട്ടർ പ്രൂഫ് ബാറ്ററി ഓപ്പറേറ്റഡ് ലൈറ്റ് ടൈഡ് ഇൻ എഡ്ജ് ഓഫ് എ മുള എന്ന് ചോദിക്കുകയാണ്. നടക്കുന്നില്ല. ഈ പരിപാടിയൊക്കെ അവിടെ നോക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത്രത്തോളം വലിയ കുത്തൊഴുക്കാണ്. മാത്രമല്ല ഒഴുക്ക് മാത്രമല്ല, താഴേക്ക് പോയി കഴിയുമ്പോഴേക്കും ഈ മണ്ണിങ്ങനെ കട്ടയ്ക്ക് കടുത്ത മണ്ണിറമാണ്, ഒന്നും കാണാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. വേറൊരു പ്രേക്ഷകൻ താഴെ പറയുകയാണ്, ഓമനക്കുട്ടൻ, ഒരു വലിയ നദിയിലെ മലവെള്ളപ്പാച്ചിലെ തെരച്ചിൽ ആരും വിചാരിക്കുന്ന പോലെ എളുപ്പമല്ല. ചെയ്യാൻ കഴിയുന്നതിൻ്റെ പരമാവധി അവർ ചെയ്തില്ലേ. ആരെ പഴി പറയാനാണ്. കാർവാർ MLA നന്നായി പണിയെടുത്തു, ഒരു തർക്കവുമില്ല. ഒരുപക്ഷെ ആദ്യ ദിവസങ്ങളിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ പ്രസക്തമായിട്ട് നിൽക്കുമ്പോൾ പോലും ഈ ദിവസങ്ങളിൽ അവർ എല്ലാവരും സംവിധാനം ഒന്നാകെ ഏകോപനത്തിൽ കട്ടയ്ക്ക് പണിയെടുക്കുന്നുണ്ട്. അത് നേരത്തെ ഓമനക്കുട്ടൻ പറഞ്ഞ കാർവാർ MLA അടക്കമുള്ളവർ ഒരു ദിവസം രാത്രി ഈ ദുരന്ത സ്ഥലത്തെ മണ്ണുമാറ്റൽ പ്രക്രിയ നമ്മളവിടെ പോയി കണ്ടതാണ്. അന്ന് രാത്രി മുഴുവൻ നീണ്ട ദൗത്യത്തിൽ കാർവാർ MLAയും കാർവാർ SP അടക്കമുള്ളവർ ആ രാത്രി മുഴുവൻ ആ തെരച്ചിൽ നേതൃത്വം അവിടെ നിൽക്കുന്നതൊക്കെ നമുക്ക് നേരിട്ട് ബോധ്യമുള്ള കാര്യമാണ്. അപ്പോൾ അവരും കഷ്ടപ്പെടുന്നുണ്ട്. ഒരു ഫലമുണ്ടാവട്ടെ കഷ്ടപ്പാടിന് എന്നേ നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. ഡൽഹിയിൽ സിവിൽ സർവീസ് അക്കാദമിയിലെ ബേസ്മെന്റിലെ വെള്ളക്കെട്ടിൽ 3 വിദ്യാർത്ഥികൾക്ക് ദാരുണാന്ത്യം. എറണാകുളം സ്വദേശി നെവിൻ ഡാൽവിനും മരിച്ചവരിൽ പെടുന്നു. പോസ്റ്റ്മോർട്ടം നടപടികൾ അനിശ്ചിതത്വത്തിലെന്ന് മരിച്ചവരുടെ ബന്ധുക്കൾ ആരോപിച്ചു. സംഭവത്തിൽ 2 പേരെ അറസ്റ്റ് ചെയ്തുവെന്ന് പോലീസ് പറയുന്നു. ഡൽഹിയിലെ ഓൾഡ് രാജേന്ദ്ര നഗറിൽ പ്രവർത്തിക്കുന്ന റാവൂസ് IASലെ ബേസ്മെന്റിൽ പ്രവർത്തിക്കുന്ന ലൈബ്രറിയിലുണ്ടായിരുന്ന വിദ്യാർത്ഥികളാണ് വെള്ളക്കെട്ടിൽ കുടുങ്ങിയത്. ശക്തമായ മഴയിൽ ഓടയിലെ വെള്ളം ഗേറ്റ് തകർത്ത് ലൈബ്രറിയിൽ നിറയുകയായിരുന്നു. ആ സമയത്ത് ഒരു 10-40 കുട്ടി ലൈബ്രറിയിൽ ഉണ്ടായിരുന്നതാണ് നമ്മൾ അറിഞ്ഞത്. അതിൽ കുറേ പേരൊക്കെ ഓടി രക്ഷപ്പെട്ടു, കുറേ പേര് NDRF രക്ഷപ്പെടുത്തി. പക്ഷേ എങ്കിലും കുറേയേറെ കുട്ടികൾ അതിൽ ട്രാപ്പായി പോവുകയായിരുന്നു. എറണാകുളം സ്വദേശി നെവിൻ ഡാൽവിൻ, UP സ്വദേശി ശ്രേയ യാദവ്, തെലങ്കാന സ്വദേശി തന്യ സോണി എന്നിവരാണ് മരിച്ചത്. നെവിന്റെ മൃതദേഹം സുഹൃത്തുക്കളും മലയാളി സംഘടനാ പ്രതിനിധികളും തിരിച്ചറിഞ്ഞു. മൃതദേഹങ്ങളുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ അകാരണമായി വൈകുന്നുവെന്ന് ബന്ധുക്കൾ ആരോപിച്ചു. और यहाँ के जो मुझे जानकारी मिली थी कि सुबह 9 बजे पोस्टमार्टम स्टार्ट हो जाएगा और अभी तक स्टार्ट नहीं हुआ, तो आपके माध्यम से एक तो इसको प्रक्रिया को थोड़ा जल्दी करा दें. मैं रहने वाला अम्बेडकर नगर का हूँ, तो मुझे वहाँ जाना है, 800 किलोमीटर दूर है. സ്ഥാപനത്തിന് മുന്നിൽ വിദ്യാർത്ഥികൾ രാത്രി മുതൽ തന്നെ പ്രതിഷേധം ആരംഭിച്ചു. സ്ഥലം സന്ദർശിച്ച ആം ആദ്മി പാർട്ടി MP സ്വാതി മാലിവാളിനെതിരെയും പ്രതിഷേധമുണ്ടായി. സ്ഥാപന ഉടമയടക്കം 2 പേരെ അറസ്റ്റ് ചെയ്തതായി പോലീസ് അറിയിച്ചു. റാവൂസ് IASലെ ഈ അപകടം അധികൃതരുടെ കടുത്ത അനാസ്ഥയിലേക്കും ചൂഷണത്തിലേക്കുമാണ് വിരൽ ചൂണ്ടുന്നത്. കടുത്ത നടപടി ഈ വിഷയത്തിൽ ഉണ്ടാകണമെന്ന ആവശ്യമാണ് വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്നത്. ജിജീന്ദ്രനൊപ്പം ബൽറാം നെടുങ്ങാടി, 24 ഡൽഹി. ഇവിടെ ഈ സമയത്ത് അവിടെ കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ ദേവേന്ദ്ര യാദവ് അവിടെ എത്തിയിരുന്നു. ദേവേന്ദ്ര യാദവിനെതിരെയും വിദ്യാർത്ഥികളുടെ പ്രതിഷേധമുണ്ട്. വിദ്യാർത്ഥികൾ ഗോബാക്ക് മുദ്രാവാക്യം വിളിച്ചു. ഈ പ്രതിഷേധത്തിൽ രാഷ്ട്രീയമില്ല എന്ന് പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികൾ പറയുകയാണ്. അവരുടെ പ്രതിഷേധത്തിന് രാഷ്ട്രീയം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അതിൽ കൃത്യമായ അർത്ഥമുള്ള പ്രതിഷേധമാണ്. അതിൽ പരിഹാരമുണ്ടാക്കും രാഷ്ട്രീയ നേതൃത്വമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യാം.
തിരുവനന്തപുരം വഞ്ചിയൂരിൽ പട്ടാപ്പകൽ സ്ത്രീക്ക് നേരെ വെടിവെപ്പ്. ചെമ്പകശ്ശേരി സ്വദേശിയായ ഷിനിയെ വീട് കയറിയാണ് എയർഗൺ ഉപയോഗിച്ച് അക്രമി വെടിവെച്ചത്. അക്രമി സ്ത്രീയാണ് എന്നാണ് പോലീസിന്റെ ആദ്യ നിഗമനം. കയ്യിൽ പരിക്കേറ്റ ഷിനിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് രാവിലെ 8:30യോടെയാണ് നാഷണൽ ഹെൽത്ത് മിഷനിലെ ജീവനക്കാരിയായ ഷിനിയുടെ ചെമ്പകശ്ശേരി പെരുന്താനി പോസ്റ്റ് ഓഫീസ് ലൈനിലുള്ള വീട്ടിൽ കയറി അക്രമി വെടിയുതിർത്തത്. ഷിനിക്ക് പാഴ്സൽ നൽകാനെന്ന വ്യാജേനയാണ് അക്രമി എത്തിയതെന്ന് പോലീസ് കണ്ടെത്തി. കയ്യിൽ കരുതിയിരുന്ന എയർഗൺ ഉപയോഗിച്ച് 2 തവണ വെടിയുതിർത്തു. ഇത് തടയാൻ ശ്രമിക്കവെയാണ് ഷിനിയുടെ കൈവെള്ളയിൽ വെടിയേറ്റത്. തലയും മുഖവും മുഴുവൻ മറച്ചിരുന്നതിനാൽ അക്രമിയെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ലെന്നും അക്രമകാരണം വ്യക്തമായിട്ടില്ലെന്നും പോലീസ് പറഞ്ഞു. എയർ ഗണ്ണോ അറിയില്ല എന്താണ് സംഭവം, അത് എടുത്തിട്ട് ഫയർ ചെയ്തതായിട്ട്. അപ്പോൾ കയ്യിൽ ചെറിയ ഇഞ്ചുറി ഉണ്ട്. അപ്പോൾ ബാക്കി അന്വേഷണം നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആരാണ് വന്ന് എന്താണ് സംഗതികൾ, അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിച്ച ശേഷം മാത്രം ബാക്കി കാര്യങ്ങൾ പറയാം. അക്രമി പാഴ്സൽ നൽകാൻ ഷിനി തന്നെ വരണമെന്ന് നിർബന്ധം പിടിച്ചതായി ബന്ധുക്കൾ പറയുന്നു. അവർ ഒപ്പിടാനിങ്ങനെ ശകല ആഞ്ഞതും ഇവിടുന്ന് ഇങ്ങനെ എടുത്തിട്ട് വെടിവെച്ചു. വെടിവെക്കുന്നുമ്പേ വെടിവെക്കുന്നത് തടയാനും തക്കവണ്ണം കൈ പൊക്കി, ഉള്ളം കയ്യിൽ വെടിയുണ്ട്. അതിൻ്റെ കൂടെ 2 വെടി സൈഡിലോട്ട് താഴെ ടിപ്പ് ടിപ്പ് എന്ന് 2 വെടി വെച്ചു. അക്രമി കാറിലെത്തിയെന്നാണ് പ്രാഥമിക നിഗമനം. സമീപത്തെ CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. 24 തിരുവനന്തപുരം. നിരവധി UAP കേസുകളിൽ പ്രതിയായ മാവോയിസ്റ്റ് സോമൻ അറസ്റ്റിൽ. ഭീകരവിരുദ്ധ സേനയും സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പും ചേർന്നാണ് പിടികൂടിയത്. വയനാട്ടിലേക്ക് പോകുന്നതിനിടെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് സോമൻ പിടിയിലായത്. പോലീസുകാരെ ആക്രമിച്ചതടക്കം നിരവധി കാപ്പ കേസുകളിൽ ഉൾപ്പെടെ പ്രതിയാണ് മാവോയിസ്റ്റ് പ്രവർത്തകനായ സോമൻ. നാടുകാണി ദളത്തിന്റെ കമാൻഡറായ സോമൻ വയനാട്ടിലേക്ക് പോകുന്നതിനിടെ ഇന്നലെ രാത്രി ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് പിടിയിലാകുന്നത്. ഭീകരവിരുദ്ധ സേനയും സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പും ചേർന്ന് നടത്തിയ രഹസ്യ ഓപ്പറേഷനാണ് സോമനെ കുരുക്കിയത്. കൽപ്പറ്റ സ്വദേശിയായ സോമൻ 2012 മുതലാണ് മാവോയിസ്റ്റ് സംഘത്തിൽ ചേർന്നത്. തെരഞ്ഞെടുപ്പ് കാലത്ത് മാനന്തവാടിയിൽ തൊഴിലാളി ലയത്തിലെത്തിയ സായുധ സംഘത്തിൽ സോമനുമുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം പിടിയിലായ മനോജ് സോമനോടൊപ്പം ചേർന്നാണ് പ്രവർത്തിച്ചിരുന്നത്. 24 പാലക്കാട്. CPM-നെതിരായ വിമർശനം കടുപ്പിക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ. SNDP-യെ തകർക്കാനുള്ള നീക്കങ്ങൾക്ക് വലിയ വില നൽകേണ്ടി വരുമെന്ന് മുന്നറിയിപ്പ്. SNDP ശാഖാംഗങ്ങളെ വിളിച്ചു ചേർക്കാനുള്ള CPM തീരുമാനത്തിന് പിന്നാലെയാണ് വെള്ളാപ്പള്ളിയുടെ പ്രതികരണം. ഈഴവ വോട്ടുകൾ അകലുന്നതായുള്ള വിലയിരുത്തലിലാണ് പുതിയ നീക്കങ്ങളിലേക്ക് CPIM കടക്കുന്നത്. ആദ്യപടിയായി പാർട്ടി അനുഭാവികളായ SNDP അംഗങ്ങളുടെ യോഗം ശാഖാതലത്തിൽ വിളിച്ചു ചേർക്കാനായിരുന്നു തീരുമാനം. നീക്കം മണ്ടത്തരമെന്ന വെള്ളാപ്പള്ളി നടേശന്റെ മറുപടി. SNDP പാർട്ടിയുടെ കയ്യിലാണ്. പുതിയ തീരുമാനങ്ങളിലൂടെ സമുദായത്തെ തകർക്കാൻ ശ്രമിച്ചാൽ വലിയ വില കൊടുക്കേണ്ടി വരുമെന്നും മുന്നറിയിപ്പ്. ഇന്ന് പ്രബലമായി വളർന്നു നിൽക്കുന്ന SNDP യോഗം തകർക്കാനായിട്ടും തളർത്താനായിട്ടും അടിച്ചു തകർക്കാനായിട്ടും ഇന്ന് ഇടതുപക്ഷം വരികയാണെന്നുണ്ടെങ്കിൽ അതിനൊരുപാട് വില കൊടുക്കേണ്ടി വരുമെന്ന് മാത്രമല്ല അവർക്കൊരുപാട് ചീത്തപ്പേരുണ്ടാകും. ശൈലി മാറ്റിയാൽ ഈഴവ വോട്ടുകൾ തിരികെ എത്തുമെന്നായിരുന്നു കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത്. ഈ നിലപാടും ഇന്ന് തിരുത്തി. പിണറായിയുടെ ശൈലി എന്ന് പറഞ്ഞ ആ ശൈലി ഒന്നും മാറിയില്ല, ഇപ്പോഴും മാറിയില്ല. അദ്ദേഹത്തിൻ്റെ ശൈലി ആയിട്ട് ജനങ്ങൾ താതാത്മ്യപ്പെട്ടു പോയി. അത് മാറ്റാനോ സാധിക്കില്ല. ഓരോരുത്തരും വളരുകയും ചെയ്ത ആ സാഹചര്യം അനുസരിച്ചാണ്. 3ാം തവണയും LDF സർക്കാർ അധികാരത്തിൽ വരുമെന്നും തെറ്റുകൾ തിരുത്തി മുന്നോട്ടു പോകണമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. 24 കൊച്ചി. അപ്പോൾ അത് ഏറ്റുമുട്ടൽ കൂടുതൽ രാഷ്ട്രീയ ഏറ്റുമുട്ടലെ പരിണാമം പ്രാപിക്കുകയാണ്, രൂക്ഷമാവുകയാണെന്നൊക്കെ വരും നാളുകളിലെ രാഷ്ട്രീയ ആകാംക്ഷ കൂടിയാണ് കേട്ടോ. ഇവിടെ ഗോപാൽ ഗീത പറയുന്നു, കുതിരയാണോ മൃഗം, അക്രമികളാണോ മൃഗം എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ കഷ്ടം എന്ന് പറയുകയാണ്. വേറൊരു പ്രേക്ഷകൻ പറയുന്നു, മിക്കവാറും വേറൊരു പ്രേക്ഷകൻ പറയുകയാണ് എന്ന് പറഞ്ഞാൽ ആ വിഷയത്തിൽ വലിയ ധാർമ്മികരോഷ പ്രേക്ഷകർ പ്രകടിപ്പിക്കുന്നുണ്ട്. അവരെ ആ മിണ്ടാപ്രാണി അടിച്ച പോലെ അവരെയും അടിക്കുന്നത് ലൈവ് ടെലികാസ്റ്റ് ചെയ്യണമെന്ന് ശ്രീനാഥ് പറയുന്നുണ്ട്. അതൊന്നും ഇല്ലെങ്കിൽ അതൊന്നും ശരി, അങ്ങനെ ആവശ്യപ്പെടുന്നത് ശരിയല്ലെങ്കിൽ കൂടിയും അങ്ങേയറ്റം അത് കണ്ടു കഴിഞ്ഞാൽ നമുക്കൊക്കെ വലിയ സങ്കടം വരുന്ന ദൃശ്യങ്ങളാണ്. മാതൃകാപരമായ ശിക്ഷ ഉണ്ടാവണം എന്ന കാര്യത്തിൽ ഒരു തർക്കം വേണ്ട. മാത്രമല്ല അവരെ പിടിക്കുന്നത് ഈ പറയുന്ന ദൃശ്യങ്ങളൊക്കെ മാധ്യമങ്ങളിലൂടെ കാണിക്കുകയും വേണം. തിയേറ്ററിൽ നിന്ന് മൊബൈൽ ഫോണിൽ സിനിമ പകർത്തിയ കേസിൽ അറസ്റ്റിലായ ജബ് സ്റ്റീഫൻ രാജ് തമിഴ് റോക്കേഴ്സ് എന്ന സിനിമാ പൈററ്റ് സംഘത്തിലെ മുഖ്യ കണ്ണി. ടെലഗ്രാം എന്ന ആപ്പ് വഴിയാണ് ഇവർ സിനിമകൾ പ്രചരിപ്പിച്ച് പണം സമ്പാദിച്ചത്. 12 പേരടങ്ങുന്ന സംഘമാണ് സിനിമയുടെ വ്യാജ പതിപ്പിന് പിന്നിൽ എന്ന് കണ്ടെത്തി. മെയ് 16 ഗുരുവായൂർ അമ്പലനടയിൽ എന്ന ചിത്രം റിലീസായ ദിവസം. സ്ഥലം തിരുവനന്തപുരം ഏരിസ് പ്ലസ് തിയേറ്റർ. അന്ന് 10 മണിക്കുള്ള ഷോയ്ക്ക് സ്റ്റീഫൻ രാജും ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്തു. ഏറ്റവും പിൻനിരയിൽ കിടന്നു കാണാവുന്ന റിക്ലൈനർ സീറ്റാണ് തിരഞ്ഞെടുത്തത്. സീറ്റിനോട് ചേർന്ന് വെള്ളവും കപ്പുമെല്ലാം വെക്കാൻ ഒരു സജ്ജീകരണമുണ്ട്. അവിടെ ചെറിയ ട്രൈപോഡ് സെറ്റ് ചെയ്ത സിനിമ മുഴുവൻ സ്റ്റീഫൻ രാജ മൊബൈലിൽ പകർത്തി. പിന്നാലെ തൊട്ടടുത്ത ദിവസം, അതായത്
ചിത്രം റിലീസ് ചെയ്ത് 2-ാം ദിവസം ഗുരുവായൂർ അമ്പലനടയിൽ എന്ന സിനിമ വാട്സാപ്പ് ഗ്രൂപ്പുകളിലും ടെലഗ്രാം ഗ്രൂപ്പുകളിലും പ്രത്യക്ഷപ്പെട്ടു. പിന്നാലെയാണ് സുപ്രിയ മേനോൻ പോലീസിൽ പരാതി നൽകിയത്. കൊച്ചി സൈബർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഗുരുവായൂർ അമ്പലനടയിൽ എന്ന ചിത്രത്തിന്റെ വ്യാജ പതിപ്പ് പുറത്തു വന്നത് ഏരിസ് പ്ലസ് തിയേറ്ററിൽ നിന്നാണെന്ന് അന്വേഷണ സംഘത്തിനും തിയേറ്റർ ഉടമയ്ക്കുമെല്ലാം മനസ്സിലായി. ഈ വ്യാജപ്പതിപ്പിലുണ്ടായിരുന്ന തിയേറ്ററിന്റെ വാട്ടർമാർക്കാണ് അതിലേക്ക് വഴിവെച്ചത്. ഏത് സീറ്റിൽ നിന്നാണ് ചിത്രം പകർത്തിയതെന്നും കണ്ടെത്തി. അന്നു മുതൽ ഈ സീറ്റിലെത്തുന്ന ആളുകളെ നിരീക്ഷിച്ചു തുടങ്ങി. ഏറ്റവും ഒടുവിൽ ജൂലൈ 26-ാം തീയതി തമിഴ് ചിത്രം രായൻ്റെ റിലീസ്. ഇതേ സീറ്റിൽ ഇതേ നമ്പറിൽ ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്യപ്പെട്ടു. തിയേറ്ററിലേക്ക് ഈ പ്രേക്ഷകനെത്തിയ നിമിഷം മുതൽ ജീവനക്കാരും തിയേറ്റർ ഉടമയും ഇയാളെ CCTVയിലൂടെ നിരീക്ഷിച്ചു. ടൈറ്റിൽ കഴിഞ്ഞ പാടെ കയ്യിൽ കരുതിയിരുന്ന ട്രൈപോഡ് എടുത്ത് ചിത്രം പകർത്താൻ സ്റ്റീഫൻ രാജ് ശ്രമിച്ചു. പിന്നാലെ ജീവനക്കാരും പോലീസുമെത്തി ഇയാളെ കയ്യോടെ പിടികൂടി. ഏറെ നാളായി സിനിമാ മേഖല തമിഴ് റോക്കേഴ്സിനെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ്. അവർ മലയാള സിനിമയിലേക്കും കടന്നു വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും ഒടുവിൽ ഗുരുവായൂർ അമ്പലനടയിൽ എന്ന സിനിമയുടെ വ്യാജ പതിപ്പ് പ്രചരിപ്പിച്ചതിനാണ് സുപ്രിയ മേനോൻ പോലീസിൽ പരാതി നൽകിയത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ജെബി സ്റ്റീഫൻ രാജ് എന്ന ഈ സംഘത്തിലെ പ്രധാനിയെ പോലീസ് പിടികൂടിയത്. മധുര കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന 12-അംഗ സംഘമാണ് സിനിമകളുടെ വ്യാജ പതിപ്പിന് പിന്നിൽ. ഇവർക്ക് അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തിക്കുന്ന ഓഫീസ് വരെ ഉണ്ടെന്നാണ് പോലീസിന്റെ നിഗമനം. മധുരയിൽ നിന്ന് അപ്ലോഡ് ചെയ്യുന്ന സിനിമകളുടെ IP അഡ്രസ്സ് കാണിക്കുന്നത് ചൈനയിലും ഫിലിപ്പീൻസിലുമൊക്കെയാണ്. നിങ്ങളുടെ തൊട്ടടുത്ത സീറ്റിൽ ആരെങ്കിലും ഇത്തരത്തിൽ ചിത്രം പകർത്താൻ ശ്രമിച്ചാൽ പോലീസിനെ വിവരമറിയിക്കുക. നിലവിൽ പിടിയിലായ സ്റ്റീഫൻ രാജിലൂടെ കൂടുതൽ പ്രതികളിലേക്ക് എത്താമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘമുള്ളത്. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ്, 24. അപ്പോൾ ഒരുപാട് പേരുടെ അധ്വാനത്തെ ആ രീതിയിൽ സിനിമ വ്യാജപ്പതിപ്പുണ്ടാക്കി ഒറ്റി പൈസ ഉണ്ടാക്കലാണ്. അതൊരു ഒരു കുറ്റകൃത്യമാണ്. അപ്പോൾ അന്വേഷണം നടക്കട്ടെ. ആരൊക്കെയാണ് തമിഴ് റോക്കേഴ്സിലെ ബാക്കി സംഘങ്ങൾ എന്ന് കണ്ടെത്തട്ടെ. തൃശ്ശൂർ വലപ്പാട് മണപ്പുറം ഫിനാൻസ് ലിമിറ്റഡിൽ നിന്നും കോടികൾ തട്ടിയ ജീവനക്കാരി ധന്യാമോഹന്റെ കസ്റ്റഡി അപേക്ഷ നാളെ സമർപ്പിക്കും. പണം ചെലവഴിച്ചത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കണ്ടെത്തേണ്ടതുണ്ടെന്ന് പോലീസ് പറയുന്നു. പ്രതി കുറ്റം സമ്മതിച്ചിട്ടുണ്ടെങ്കിലും പണം ചെലവഴിച്ചതിനെക്കുറിച്ച് വ്യക്തമായ വിവരം നൽകാൻ തയ്യാറാവുന്നില്ല. മണപ്പുറം ഫിനാൻസ് ലിമിറ്റഡിലെ അസിസ്റ്റന്റ് മാനേജറായിരുന്ന ധന്യാമോഹൻ ഡിജിറ്റൽ ലോൺ ഇടപാടുകളിലൂടെയാണ് പണം തട്ടിയത്. സോഫ്റ്റ്വെയറിലെ പിഴവ് ഉപയോഗപ്പെടുത്തി പണം തട്ടുകയായിരുന്നുവെന്നാണ് പോലീസ് വിലയിരുത്തൽ. പ്രതി കുറ്റം സമ്മതിച്ചെങ്കിലും പണം ചിലവഴിച്ചതിനെക്കുറിച്ച് വ്യക്തമായ വിവരം നൽകിയിട്ടില്ല. ഭൂമി വാങ്ങിയെന്നും ബന്ധുക്കളടക്കം പലരെയും സഹായിച്ചുവെന്നുമാണ് മൊഴി. പൂർണ്ണമായും പോലീസ് മൊഴി മുഖവിലക്കെടുത്തിട്ടില്ല. നേരത്തെ തയ്യാറാക്കിയ മൊഴിയാണോ ധന്യ നൽകുന്നതെന്ന സംശയമാണ് പോലീസിനുള്ളത്. ധന്യയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുന്നതിലൂടെ കൂടുതൽ വ്യക്തത വരുത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം. 24 തൃശൂർ. പ്രേക്ഷകർ പറയുന്നത് ആലപ്പുഴയിൽ ശക്തമായ മഴ എന്ന് പറയുന്നുണ്ടായിരുന്നു. സംസ്ഥാനത്തിന് ശക്തമായ മഴയ്ക്കാണ് സാധ്യത. ഇന്ന് 8 ജില്ലകളിൽ മഴ മുന്നറിയിപ്പാണ്. മധ്യകേരളത്തിലും മലയോര മേഖലകളിലും മഴ കനത്തേക്കും. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. വിവരങ്ങളുമായി അലക്സ മുഹമ്മദ് ചേരുന്നു. അലക്സ, കഴിഞ്ഞ കുറച്ചു നാളുകളായി അങ്ങനെ ഭീകര മഴ മാറി നിൽക്കുകയായിരുന്നു. വീണ്ടും വലിയ മഴയുടെ കാറ്റിന്റെ ഒരു എപ്പിസോഡ് കൂടി വരികയാണോ? ഹഷ്മി, ഇന്നത്തെ കാര്യം, അതായത് ഇന്ന് സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത്. പ്രധാനമായും വടക്കൻ കേരളത്തിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നുള്ളതാണ് മുന്നറിയിപ്പ്. മധ്യ കേരളത്തിലും മലയോര മേഖലകളിലും മഴ കനക്കാനുള്ള സാധ്യതയുണ്ട്. ഇന്ന് 8 ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതാ മുന്നറിയിപ്പാണ് ഓറഞ്ച് അലർട്ട്. കോട്ടയം, എറണാകുളം, ഇടുക്കി, മലപ്പുറം, വയനാട് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട്. അതായത് ശക്തമായ മഴയ്ക്കുള്ള സാധ്യത മുന്നറിയിപ്പാണ്. വടക്കൻ കേരളത്തിൽ നാളെ മുതൽ വീണ്ടും 3 ദിവസം കൂടി ശക്തമായ മഴ തുടരും എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. ഈ മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നുള്ളതാണ് ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്ന പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളിലൊന്ന്. അത് പാലിക്കേണ്ടതുണ്ട്. അത് മാത്രമല്ല, തീരവുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ജാഗ്രതാ മുന്നറിയിപ്പുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. കാരണം ശക്തമായ കാറ്റിന് മണിക്കൂറിൽ പരമാവധി 40 കിലോമീറ്റർ വരെയോ അതല്ലെങ്കിൽ ചില സമയങ്ങളിൽ 55 കിലോമീറ്റർ വരെയോ വേഗതയിൽ ശക്തമായ കാറ്റിനും അതുപോലെ മോശം കാലാവസ്ഥയ്ക്കും കടലിൽ സാധ്യതയുണ്ട്. അതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനം വിലക്കിയിട്ടുണ്ട്. കേരള തീരത്ത് ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങളിലും മാഹി തീരത്തും പ്രത്യേക ജാഗ്രതാ നിർദ്ദേശവും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം നൽകിയിട്ടുണ്ട്. അശ്മി.
അലക്സ് റാം മുഹമ്മദാണ് ആ വാർത്തയിൽ വിവരങ്ങൾ നൽകിയത്. വടക്കോട്ട് അതിശക്ത മഴ ഇന്നുണ്ടാകുമെന്നുള്ള പറയുന്നത്. ഇതാ ഇവിടെ ഒരു സൂര്യ നിവാസ് എന്ന ഹാൻഡിൽ പറയുന്നു, മഴയുടെ യഥാർത്ഥ രൂപം ഹാഷ്മി ശിരൂരിൽ കണ്ടതല്ലേ. അയ്യോ, അത് മഴയാണോ? അത് ഭീകര പേമാരി പോലെയാണ്. മാത്രമല്ല ഭയങ്കരമായ കൊടുങ്കാറ്റിന് സമാനമായ കാറ്റടിക്കുന്ന അതൊരു വല്ലാത്ത അവസ്ഥയാണ്. നമ്മുടെ മഴയൊന്നും ഒരു മഴയല്ല. കോഴിക്കോടിൻ്റെ മലയോര മേഖലകളിൽ വീശിയടിച്ച കാറ്റിൽ കനത്ത നാശം. ഒരുപാട് വീടുകൾ തകർന്നു. താമരശ്ശേരി ചുരത്തിലെ മരങ്ങൾ വീണ് ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ നിർദ്ദേശത്തെ തുടർന്ന് വടക്കൻ കേരളത്തിലെ വൈദ്യുത തടസ്സങ്ങൾ പരിഹരിക്കാൻ പ്രത്യേക സംഘത്തെ ചുമതലപ്പെടുത്തി. കോഴിക്കോട്ടെ മലയോര മേഖലകളിൽ ഇന്ന് പുലർച്ചെയാണ് ചുഴലിക്കാറ്റിന് സമാനമായ കാറ്റ് ആഞ്ഞു വീശിയത്. താമരശ്ശേരി ചുരത്തിൽ വിവിധയിടങ്ങളിൽ മരം വീണ് ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. കൊടുവള്ളി ആവിലോറയിൽ മരം വീണ് ട്രാൻസ്ഫോമർ നിലംപൊത്തി. തൊട്ടടുത്ത കെട്ടിടത്തിന്റെ ഷീറ്റും പറന്നു വൈദ്യുതി ലൈനിൽ വീണു. മേപ്പയൂർ കൊഴുക്കല്ലൂരിൽ വീടിന് മുകളിലേക്ക് മരം വീണു. പുതുക്കിടിക്കണ്ടി സ്വദേശി രതീഷും കുടുംബവും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ബാലുശ്ശേരി കോക്കല്ലൂരിൽ വീടിന് മുകളിൽ തെങ്ങ് വീണ് ദമ്പതികൾക്ക് പരുക്കേറ്റു. തലയ്ക്ക് ഗുരുതരമായി പരുക്കേറ്റ മീത്തലേച്ചാലിൽ കുമാരൻ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ശക്തമായ കാറ്റിൽ വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ബാലുശ്ശേരി എക്സൈസ് സർക്കിൾ ഓഫീസിന്റെ ഓടുകൾ പറന്നുപോയി. കക്കയം, കൂരാച്ചുണ്ട്, മുക്കം മേഖലകളിലും കനത്ത നാശനഷ്ടമാണ് ഉണ്ടായത്. ഇടുക്കി ആനച്ചാലിൽ ഓടുന്ന വാഹനത്തിന് മുകളിലേക്ക് മരം വീണു. അടിമാലിയിൽ നിന്ന് മൂന്നാറിലേക്ക് പോകുന്ന വാനാണ് അപകടത്തിൽപ്പെട്ടത്. വാഹനത്തിലുണ്ടായിരുന്നവർക്ക് നിസാര പരുക്കേറ്റു. ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് വയനാട് ബാണാസുര അണക്കെട്ടിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചു. 24 കോഴിക്കോട്. ഇപ്പം മഴയുണ്ടാകുമെന്ന് പറയുന്നു, കാറ്റുണ്ടാകുമെന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ കണ്ടതാണ് നേരത്തെയുള്ള കാറ്റൊക്കെ വലിയ നാശമുണ്ടാക്കുന്ന കാറ്റാണ്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ, പ്രത്യേകിച്ച് വടക്കൻ ജില്ലകളിൽ ഒന്ന് ജാഗ്രതയോടെയും കരുതലോടെയും ഇരിക്കുക. വെൽക്കം പ്രിയപ്പെട്ട പ്രേക്ഷകർ. പാരീസ് ഒളിമ്പിക്സ് റോവിംഗ് ഇന്ത്യയുടെ ബൽരാജ് പൻവാർ ക്വാർട്ടറിൽ റപ്പാഷ റൗണ്ടിൽ 2ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്താണ് ബൽരാജ് ക്വാർട്ടറിലെത്തിയത്. അതിനു മുൻപ് ഇന്ത്യയുടെ PV സന്ധുവിന് ജയത്തുടക്കമുണ്ട്. മാലദ്വീപ് നേരിട്ടുള്ള ഗെയിമുകൾക്കാണ് തോൽപ്പിച്ചത്. സ്കോർ 21-9, 21-6. അപ്പോൾ ആദ്യം വരുന്ന ആദ്യഘട്ട റിസൾട്ടുകളൊക്കെ ഇന്ത്യക്ക് വലിയ ആശ്വാസം നൽകുന്ന, പ്രതീക്ഷ നൽകുന്ന റിസൾട്ടുകളാണ്. കോഴിക്കോട് ബംഗളൂരു നവകേരള ബസ് വീണ്ടും സർവീസ് നിർത്തി. 10 നാളായി കോഴിക്കോട് ബംഗളൂരു റൂട്ടിൽ സർവീസ് നടത്തുന്നില്ല. സർവീസ് നടത്താത്തതിന്റെ കാരണം അധികൃതർ വ്യക്തമാക്കുന്നുമില്ല. ആവശ്യത്തിന് യാത്രക്കാരില്ലാത്തതിന്റെ പേരിൽ 2 ആഴ്ച മുമ്പ് 2 ദിവസമാണ് നവകേരള ബസ് സർവീസ് നടത്താതിരുന്നത്. വിവാദമായതോടെ യാത്ര പുനരാരംഭിച്ചു. എന്നാൽ ഇത് ഏറെക്കാലം പോയില്ല. കഴിഞ്ഞ 10 ദിവസമായി ബസ് കട്ടപ്പുറത്താണ്. ബംഗളൂരു കോഴിക്കോട് റൂട്ടിൽ സർവീസ് നടത്തുന്നില്ല. കോഴിക്കോട് നടക്കാവിലെ റീജിയണൽ വർക്ക്ഷോപ്പിലാണ് നിലവിൽ ബസ് ഉള്ളത്. എന്നാൽ ബസ്സിന് തകരാറുകളില്ലെന്നാണ് നവകേരള ബസ് ഓടിച്ചിരുന്ന ഡ്രൈവർമാർ പറയുന്നത്. കാരണമറിയാൻ കൺട്രോളിംഗ് ഇൻസ്പെക്ടറെയും അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ടിംഗ് ഓഫീസറെയും ബന്ധപ്പെട്ടെങ്കിലും പ്രതികരിക്കാൻ അവർ തയ്യാറായില്ല. നിലവിലെ സമയം പുനഃക്രമീകരിച്ചാൽ ബസ് ലാഭത്തിലാകുമെന്ന് യാത്രക്കാരും ജീവനക്കാരും പറയുമ്പോഴും ഇതിന് കോഴിക്കോട്ടെ അധികൃതർ മുൻകൈയെടുക്കുന്നില്ലെന്നാണ് ആരോപണം. ഒടുവിൽ ബസ് മ്യൂസിയത്തിൽ കയറുമോ എന്ന് കണ്ടറിയാം. 24 കോഴിക്കോട്. കോട്ടയം തലയോലപ്പറമ്പിൽ ഇന്നലെ അപകടത്തിൽപ്പെട്ട ആവേമേറിയ ബസ്സിനെതിരെ മുമ്പും നിരവധി പരാതികൾ. അമിതവേഗവും മത്സരയോട്ടവും ചൂണ്ടിക്കാണിച്ച് ബസ് ഉടമകൾ തന്നെ മോട്ടോർ വാഹന വകുപ്പിൽ പരാതി നൽകിയെങ്കിലും നടപടിയെടുത്തില്ല. ബസ് ഇടിച്ച ശേഷം നിർത്താതെ പോയത് ചോദ്യം ചെയ്ത കുടുംബത്തെ ബസ് ജീവനക്കാർ ഭീഷണിപ്പെടുത്തുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നു. വൈറ്റില ഹബ്ബിൽ നിന്നും പാലായിലേക്ക് പുറപ്പെട്ട ആവേമരിയ ബസ് അമിത വേഗത്തെ തുടർന്നാണ് ഇന്നലെ അപകടത്തിൽപ്പെട്ടത്. വളവിൽ ബസ് നിയന്ത്രണം തെറ്റി മറിയുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. എറണാകുളത്ത് നിന്ന് കോട്ടയത്തേക്കും പാലായിലേക്കുമായി നിരവധി ബസ്സുകളാണ് ആവേമരിയയ്ക്ക് വേണ്ടി സർവീസ് നടത്തുന്നത്. പല ബസ്സുകൾക്കെതിരെയും അമിതവേഗത്തിനും മത്സരയോട്ടത്തിനും നിരവധി പരാതികളാണ് നിലവിലുള്ളത്. കാക്കനാട് തൃപ്പൂണിത്തുറ RTOമാർക്ക് ബസ് ഉടമകൾ തന്നെ പരാതി നൽകി. എന്നിട്ടും 1 മാസമായിട്ടും നടപടിയില്ല. അതിനിടെ കഴിഞ്ഞ മാസം നടന്ന അപകടത്തെ തുടർന്നുണ്ടായ തർക്കത്തിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നു. കാറിലിടിച്ച ബസ് നിർത്താതെ പോയത് ചോദ്യം ചെയ്തതിനെ തുടർന്ന് ബസ് ജീവനക്കാർ ഭീഷണിപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണിത്. ഇതേ റൂട്ടിൽ തിരുവനന്തപുരത്തേക്ക് സർവീസ് നടത്തുന്ന KSRTC സൂപ്പർഫാസ്റ്റ് ബസ്സിനെ പിന്നിലാക്കാനുള്ള ശ്രമത്തിനിടെയാണ് ഇന്നലെ അപകടമുണ്ടായത്. 24 കൊച്ചി. ഇന്റർനാഷണൽ മാത്തമാറ്റിക്കൽ ഒളിമ്പ്യാഡ് ജേതാക്കളെ അഭിനന്ദിച്ചും പാരീസ് ഒളിമ്പിക്സ് പ്രതിനിധികളെ ആശംസിച്ചും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൻ കി ബാത്. പാരീസ് ഒളിമ്പിക്സിൽ താരങ്ങൾക്ക് ത്രിവർണ്ണ പതാക ഉയർത്താൻ അവസരമുണ്ട്. രാജ്യത്തിനു വേണ്ടി എന്തെങ്കിലും ചെയ്യാനുള്ള ഈ അവസരത്തിൽ അവരെ പ്രോത്സാഹിപ്പിക്കണമെന്ന് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. അസമിലെ ചാറേഡിയോ മൈതത്തെക്കുറിച്ചും പരാമർശമുണ്ട്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ അസമിലെ ചാറേഡിയോ മൈതത്തെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ പട്ടികയിൽ ഇന്ന് ഇന്ത്യയുടെ 43ാമത് ഇടമായിരിക്കുകയാണ്. ആഹോം രാജവംശത്തിന്റെ തലസ്ഥാനമായിരുന്നു എന്നും മോദി പറഞ്ഞു.
ഓഗസ്റ്റ് 15-ന് ഹർ ഘർ തിരങ്ക ആഘോഷിക്കണമെന്നും മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. വലിയ മാഗ്നറ്റ് കൊണ്ടുവന്ന് കയറ് കെട്ടി വാഹനമുണ്ട് സംശയിക്കുന്ന ഭാഗത്ത് ഇറക്കി നോക്കുക. ചിലപ്പോൾ വാഹനത്തിന് ഏതെങ്കിലും ഭാഗത്ത് ഒട്ടിപ്പിടിച്ചാൽ കണ്ടെത്താൻ കഴിയും. ആ കയറ് പിടിച്ച് പോയാലെന്നൊക്കെ ഒരു പ്രശ്നം പറഞ്ഞു. ഇതൊക്കെ ഇതിനൊക്കെ അപ്പുറം അറിയാവുന്ന അവിടെ നിൽപ്പുണ്ട്. മാത്രമല്ല കാന്തവറക്കി നോക്കാനാണെങ്കിലും ഈ ലോറിക്കടി കിടക്കുന്ന അടിക്കണക്കിന് കിടക്കുന്ന മണ്ണൊക്കെ ഇപ്പോൾ എങ്ങനെ മണ്ണിനെ തുളച്ച് പോകുമോ? നടക്കുന്നില്ല, ഒരു പരിപാടി നടക്കുന്നില്ല അവിടെ. ബെന്നീസ് ടൂർസ് ആൻഡ് ട്രാവൽസിന്റെ വേൾഡ് ട്രാവൽ എക്സ്പോ ഇന്ന് അവസാനിക്കും. തിരുവനന്തപുരം ഡിമോറ ഹോട്ടലിൽ നടക്കുന്ന എക്സ്പോ കേരള ടൂറിസം അഡീഷണൽ ഡയറക്ടർ വിഷ്ണുരാജ് ഇന്നലെ ഉദ്ഘാടനം ചെയ്തിരുന്നു. വിവിധ ടൂർ പാക്കേജുകളുടെ ഉദ്ഘാടനവും നടന്നു. എത്യോപ്യ, മഡഗാസ്കർ തുടങ്ങിയ രാജ്യങ്ങളിലെ അംബാസിഡർമാർ ഉൾപ്പെടെ ബെന്നീസ് ടൂർസ് ആൻഡ് ട്രാവൽസ് സംഘടിപ്പിക്കുന്ന വേൾഡ് ട്രാവൽ എക്സ്പോയിൽ പങ്കെടുത്തു. 200ഓളം രാജ്യങ്ങളിലേക്കുള്ള ടൂർ പാക്കേജുകളുടെ ഔദ്യോഗിക ഉദ്ഘാടനം എക്സ്പോയിൽ നടന്നു. അന്റാർട്ടിക്ക പര്യടനം, ഗ്രേറ്റ് ഇന്ത്യൻ റോഡ് ട്രിപ്പ്, സൗത്ത് അമേരിക്കൻ ആമസോൺ പര്യടനം തുടങ്ങിയ ആകർഷകമായ പാക്കേജുകൾ മിതമായ നിരക്കിൽ ബെന്നീസ് ഒരുക്കിയിട്ടുണ്ട്. അനവധി രാജ്യങ്ങളുടെ അംബാസിഡേഴ്സ് വരുന്നു. ഇന്ന് ഇവിടെ തന്നെ എത്യോപ്യയിലെയും മഡഗാസ്കറിലെയും അംബാസിഡേഴ്സ് സംബന്ധിച്ചു. അതുപോലെ തന്നെ വലിയ ക്രൂയിസ് കമ്പനികൾ ലക്ഷദ്വീപ് ഉൾപ്പെടെ അനവധി രാജ്യങ്ങളുടെ ടൂറിസം ഇതിൽ പങ്കാളിയാകുന്നു. ഇത് കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇതുപോലെയുള്ള ഒരു B2C ട്രാവൽ എക്സ്പോ സംഘടിപ്പിക്കുന്നത്. ജനങ്ങൾക്ക് നേരിട്ട് അംബാസിഡേഴ്സിനെ കാണാനും അതുപോലെ ടൂറിസം ഡിപ്പാർട്ട്മെന്റിനെ കാണാനുമുള്ള വലിയ അവസരമാണ് കൈവന്നിരിക്കുന്നത്. എക്സ്പോയുടെ ഭാഗമായി നടത്തുന്ന ലക്കി ഡ്രോയിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ ക്രൂയിസ്, ദുബായ്, ഫിലിപ്പൈൻസ് തുടങ്ങിയ രാജ്യങ്ങളിലേക്കുള്ള വിമാന ടിക്കറ്റുകൾ എന്നിവ സൗജന്യമായി നൽകും. ഓഗസ്റ്റ് 3, 4 തീയതികളിൽ കോഴിക്കോട് ജില്ലയിലും ബെന്നീസ് ടൂർസ് ആൻഡ് ട്രാവൽസ് എക്സ്പോ സംഘടിപ്പിക്കും. 24 തിരുവനന്തപുരം. സംസ്ഥാനത്ത് സ്വർണ്ണവില കുറഞ്ഞതോടെ ജ്വല്ലറികളിൽ തിരക്ക്. വില ഇനിയും കുറയാൻ സാധ്യതയുണ്ടെന്ന് ഭീമ ഗോൾഡ് ബിസിനസ് മാനേജർ VN ബാലകൃഷ്ണൻ പറഞ്ഞു. കേന്ദ്ര ബജറ്റിൽ ഇറക്കുമതി ചുങ്കം കുറച്ചതോടെയാണ് സംസ്ഥാനത്ത് സ്വർണ്ണവില താഴ്ന്നത്. 1 പവൻ സ്വർണത്തിന് നിലവിലെ വില 51,960 രൂപയാണ്. വില കുറഞ്ഞതോടെ സ്വർണത്തിന് ഡിമാൻഡ് വർദ്ധിച്ചെന്ന് ഭീമ ഗോൾഡ് ബിസിനസ് മാനേജർ VN ബാലകൃഷ്ണൻ. 4 ദിവസം കൊണ്ട് 1 പവന് 3,500 രൂപയാണ് കുറവ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ബിസിനസ് ഉണർവുണ്ടാകാൻ ചാൻസ് ഉണ്ട്. പിന്നെ ബുക്ക് ചെയ്യുന്നവർ ഇപ്പോൾ അടുത്ത ആഴ്ച കഴിഞ്ഞാലാണ് സീസൺ തുടങ്ങുന്നത്. ഒരിടവേളയ്ക്ക് ശേഷം സ്വർണ്ണവില താഴ്ന്നതോടെ ഭീമ ഗോൾഡ് ഉൾപ്പെടെയുള്ള പ്രമുഖ സ്വർണ്ണക്കടകളിൽ ആളുകളുടെ ഒഴുക്കാണ്. സ്വർണം വാങ്ങാൻ ഇത് പറ്റിയ സമയമാണെന്ന് ഉപഭോക്താക്കൾ. സന്തോഷമുണ്ട്. സ്വർണത്തിന് കുറച്ച് വില കുറഞ്ഞതിൽ ഒരു സ്കീം ഉണ്ടായിരുന്നു ഇവിടെ, അപ്പം ഈ സമയത്ത് തന്നെ തിരഞ്ഞെടുത്തത് അതുകൊണ്ടാണ്. ഭീമയുടെ സ്വർണ്ണത്തിന് ക്വാളിറ്റി ഉണ്ട്. ആ ഒരു ഫാക്ടറാണ് നമ്മൾ ഇവിടേക്ക് വരാനായിട്ട് ഒരു കാരണം. മറ്റൊന്ന് വില കുറഞ്ഞത്. പണിക്കൂലിയിലടക്കം ആകർഷകമായ ഇളവുകളാണ് ഭീമ ഗോൾഡ് ഉപഭോക്താക്കൾക്ക് നൽകുന്നത്. 24 കൊച്ചി. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ ഉച്ചവാർത്താ യാത്ര തൽക്കാലം പൂർണ്ണമാവുകയാണ്.